ഞാൻ വീട്ടുകാരറിയാതെ സ്കൂളിൽ പോയിട്ട് ഞാൻ പറയുന്നു, ഈ ഫാദറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൊമേഴ്സ് മതി, കമ്പനികൾ നമ്മളൊന്ന് കൊത്തിക്കൊണ്ടുപോകും. അങ്ങനെയാണ് അവൻ പറഞ്ഞ വാക്ക്. വിപ്ലവക്കാരൻ്റെ അല്ലെങ്കിൽ വിപ്ലവ സിദ്ധാന്തം പറയുന്ന കമ്മ്യൂണിസം ഉള്ള കോഴ്സാണെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഏത് പാവപ്പെട്ടവനും ഇത് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് പൈസ അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ടൈമാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ ഈ ബ്രെയിൻ ജിം പോയിട്ട് ഈ സൈൻ കോസ്റ്റ് ആണെന്ന് കേട്ടാൽ ഓടുന്ന ആളാണ് ഞാൻ. ഓരോ ഡേ ബൈ ഡേ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം കൂടുതലാണ്. ഇത് ടഫാണ്, പക്ഷേ കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു ഇതാണ് അന്നത്തെ പിക്ചർ അവരുടെ മുഖത്തുണ്ട്. അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പാസ്സായത്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കമ്പനിയാണെങ്കിൽ ഒരു ഫൈനാൻസ് മാനേജർ വേണം. അതിൻ്റെ എലൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ഫോറിലെ വർക്ക് കൾച്ചർ. ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് അറിഞ്ഞു. കാരണം ഇതിനകത്ത് ട്രാക്കിലായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വേൾഡിലെ ടഫസ്റ്റ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സുകളിൽ ഒന്നായിട്ടാണ് ഇന്ത്യൻ CA കരുതപ്പെടുന്നത്. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും 25-26 വയസ്സുള്ള ഡോക്ടർ എടുത്ത് ഭയങ്കര തിരക്കായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ സ്കില്ലൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഡെഡ്ലി കോംബോ ആണ്. അങ്ങേയറ്റം പോയാൽ 3 lakhs താഴെ നിൽക്കും. എഞ്ചിനീയറിംഗ് 3 lakhs ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അന്ന് കയറിയ ഒരു ഹരമാണ്. ഇനി എടുക്കുവാണെങ്കിൽ ഒരു 4-wheel ഡ്രൈവുള്ള ഓഫ് റോഡ് വണ്ടിയേ എടുക്കുകയുള്ളൂ. എനിക്ക് കാറ് വേണ്ട, ഈവൻ മെഴ്സിഡസ് ബെൻസ് എനിക്ക് കൊണ്ട് തന്നാലും വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു, അയാളെൻ്റെ കാലിലൊക്കെ വീഴുന്നു. ഞാൻ കാലിലൊന്നും വീഴില്ലെന്നൊക്കെ പറയുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ യു ചേഞ്ച്ഡ് മൈ ലൈഫ് എന്നിങ്ങനെ പറഞ്ഞു. പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്ത ഒരു മൊമെൻ്റാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയും CMA CS ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ട്രിപ്പിൾ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും സ്റ്റോറീസും കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ഫുള്ള് കാണുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച CA അധ്യാപകരിൽ ഒരാളായ, ഒരുപാട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട CA ജസ്റ്റിൻ സാറാണ്. നമുക്ക് സാറിനോട് ചോദിക്കാം. വെൽക്കം സാർ. സാറിൻ്റെ പാസ്റ്റിനെ കുറിച്ച് കേൾക്കാനാണ് എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതൽ. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് CAയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ്. നമുക്കറിയാം AI ഒക്കെ ഒരു കാലഘട്ടമാണ്. പല ജോലികളും റീപ്ലേസ്ഡ് ആവുന്നു. ഇനി അങ്ങോട്ടുള്ളൊരു ഫ്യൂച്ചർ എടുത്ത് നോക്കുമ്പോൾ CA എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ റിലവൻസ് എത്രമാത്രം വലുതാണ്? ഇനി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഈ പ്രൊഫഷൻ അവർ കാണേണ്ടത്? ഇപ്പോൾ നമ്മൾ AI വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഈ ലോവർ ലെവലിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോബുകളും AI കാരണം ഓട്ടോമേറ്റഡ് ആവും. ഓട്ടോമേറ്റഡ് ആവുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനകത്ത് അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന ജോലിയുടെ ഒരു 60% കാര്യങ്ങളും AI റിലേറ്റഡ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻവോയ്സ്, ജസ്റ്റ് ഒരു ബില്ല്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്കുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയറും അക്കൗണ്ടിങ്ങും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടൻ്റ് ഒരു വലിയ റോൾ അവിടെ വരുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ജോലി നഷ്ടപ്പെടുകയല്ല, പകരം ഇവരുടെ ജോബ് കുറച്ചുകൂടി ഫിൽട്ടറിങ് ആവും. ഇൻ ദ സെൻസ് മീൻസ് കുറച്ചുകൂടി ഡിസിഷൻ മേക്കിംഗ് ലെവലിലേക്ക് മാറും. ജസ്റ്റ് പ്രൊസീജിയറൽ കംപ്ലയിൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട, ബുക്ക് കീപ്പിങ്ങോ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട, പകരം കുറച്ചുകൂടി അതിൻ്റെ ഉയർന്ന ലെവലിൽ. അങ്ങനെ വരുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളൊരു പ്രശ്നം വരും അവിടെ. അതായത് കുറച്ചുകൂടെ കോഴ്സ് ഒരു പക്ഷേ ടഫ് ആവുമായിരിക്കാം. സ്വാഭാവികമായും അവിടെ വരുന്ന ഡിമാൻഡും കൂടുതലായിരിക്കും. മനസ്സിലായി. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ലെവലിലോട്ടാണ് ഇനി സാധ്യത കൂടുതൽ. ഒന്ന്. മറ്റൊന്ന്, കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക്, ഇത് ഞാൻ ഈ പറഞ്ഞ എൻട്രി ലെവലാണ്. ഒരു ഫൈനാൻസ് മാനേജർ എന്നുള്ള ലെവലിലെ പൊസിഷൻ ഒരിക്കലും ഇല്ലാണ്ടാവില്ല. കാരണം ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന മേഖലയിൽ മാത്രമേ ഇവരുടെ തൊഴിലിൻ്റെ ഒരു മേഖല കുറയത്തുള്ളൂ, അക്കൗണ്ടിങ്. പക്ഷെ അതിൻ്റെ തൊട്ട് മുകളിലോട്ട് വരുന്ന ഒരു ഫൈനാൻസ് മാനേജർ ഡിസിഷൻ മേക്കിംഗ് ലെവല്, ഞാൻ പറയുന്ന ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഇൻഫോസിസ് പോലത്തെ ഒരു കമ്പനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അക്കൗണ്ട്സ് എന്നുള്ള സെഷനകത്ത് തന്നെ ഇപ്പോൾ ഒരു 10 ചാർട്ടേഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, അത് ഈ AI കടന്നുവരോടുകൂടി അതൊരു പക്ഷേ അവർക്ക് ഒരു 5 ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയിട്ടോ 4 ആയിട്ടോ കുറയ്ക്കാൻ പറ്റും. അതേപോലെ അവരുടെ പേറോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും. അപ്പം ഈ കുറയുന്നതിനനുസരിച്ച് വേറൊരു ജോബ് അവിടെ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ എന്തായാലും ചാർട്ടേഡ് അക്കൗണ്ട്സിനെ ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് AI വരുമ്പോൾ ഈ റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഡാറ്റ എൻട്രി ടൈപ്പ് മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് വർക്കുകൾ, അല്ലെങ്കിൽ പ്യുവർലി ക്ലറിക്കലും കുറച്ച് ഡിസിഷൻ മേക്കിങ്ങും വരുന്ന സാധനങ്ങളടക്കം AIക്ക് അത് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എറർ റേറ്റ് കുറവാണല്ലോ. പക്ഷെ മുകളിലേക്ക് പോകുന്നതോറും ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ വരണമെങ്കിൽ ഒരു പക്ഷേ ഒരു 25 or 30 years ഡൗൺ ദ ലൈൻ കഴിഞ്ഞാലേ
കുറച്ചുകൂടി ഒരു, കാരണം നമ്മുടെ ഇപ്പോഴത്തെ എ എന്ന് പറയുന്നത് ഇപ്പം ഈ പണ്ട് ഈ ഹരാരെ എന്നൊക്കെ പറയുന്നല്ലോ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ് ഇപ്പോൾ വരും എന്നൊക്കെ, അങ്ങനെ ഒരു സഡൻ മാറ്റം അല്ലല്ലോ. കാര്യം ഇതെല്ലാം ബിഗിനിങ് സ്റ്റേജിലാണ്. അത് കുറെ ഹൈപ്പ് ഉണ്ട്. ഡെഫിനറ്റ്ലി ടെക് ഇൻഡസ്ട്രീസ് ഒക്കെ ഇതിപ്പോ നടക്കുമെന്ന് പറഞ്ഞ് ഫണ്ടിങ്ങിന് വേണ്ടി പറയുന്നുണ്ടെന്നല്ലാതെ എക്സ്പേർട്സ് ഒരുപാട് ഫൈൻഡ്. ഈവൻ ChatGPT കാര്യത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടാക്സിൻ്റെ പല കാര്യങ്ങളും എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ടാക്സിൻ്റെ ഒരു ഡൗട്ട് ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്ന് കൺഫ്യൂസ് ചെയ്താൽ അവൻ പറയുന്ന ആൻസർ തെറ്റാ. അപ്പോൾ തിരിച്ച് ബ്രോ യു ഷുവർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് അവൻ ഉടനെ മാറ്റി പറയുന്നുണ്ട്, അല്ല ഞാൻ ലെറ്റ് മീ ചെക്ക് എന്നുണ്ട്, ഒന്നുകൂടെ ഇങ്ങനെയും പറയാം, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫൈൻ ട്യൂൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടൈം എടുക്കും, പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. ഇനി ഇപ്പം നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു മുന്നോട്ട് ഇപ്പോൾ GDP വൈസൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് CA-ക്കാരുടെ ഒരു റിലവൻസ് വരുന്നത്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്? ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന എക്കോണമി ഇപ്പോൾ പറയപ്പെടുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിയാണ് ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്ത്യയുടെ ഒരു കണക്ക് പ്രകാരം തന്നെ 2047 വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരുപാട് മടങ്ങ് ചാർട്ടേഡ് അക്കൗണ്ട്സ്, ഓൾമോസ്റ്റ് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 50 lakhs ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര വലിയൊരു നമ്പറാണ്. ഈവൻ അത് ഒരു എക്സാജറേറ്റ് നമ്പറാണ്. അതിൻ്റെ പകുതി എടുത്താൽ പോലും അത്രയും റിക്വയർമെൻറ്റ് വേണ്ടി വരുമെന്നാണ് പറയുന്നത്, എക്കോണമി ഗ്രോ ചെയ്യുന്നത് കൊണ്ട്. അപ്പം വന്നാലും ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ, ഈവൻ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഫിനാൻസ് മാനേജർ ലെവലിൽ ചാർട്ടേഡ് അക്കൗണ്ട് വേണ്ടി വരും. കാര്യം ഓരോ ഡേ ബൈ ഡേ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം കൂടുതലാണ്. സ്റ്റാർട്ടപ്പ് ഇപ്പോൾ 100 സ്റ്റാർട്ടപ്പ് വരുന്നു, ഒരു 90 സ്റ്റാർട്ടപ്പ് ഫെയിൽ ആയാലും 10 സ്റ്റാർട്ടപ്പ് അവിടെ സക്സസ് ആവുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് സക്സസ് ആവുന്ന റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കമ്പനിയാണെങ്കിൽ ഒരു ഫിനാൻസ് മാനേജർ വേണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഇല്ലാതെ അത് പറ്റില്ല. അപ്പോൾ ആ ഒരു സീറ്റ് ഒരിക്കലും വേക്കൻ്റ് ആവില്ല. അപ്പോൾ ആ ലെവലിൽ ഗ്രോത്ത് വരുമ്പോൾ അതിനകത്ത് ചാർട്ടേഡ് അക്കൗണ്ട്സിനെ നമ്മൾ പഴയ നമ്മുടെ പ്രസിഡൻ്റൊക്കെ പറഞ്ഞ ഒരു നാഷണൽ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ്. മനസ്സിലായി സാർ. സാറ് ഈ കോഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചത് ഇത് കാണുന്ന കുട്ടികൾക്ക് ഇനി ഫ്യൂച്ചർ CSനോട് ചോദിച്ചതാണ്. അപ്പോൾ അന്ന് സാറ് CA എടുക്കാമെന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ പുറത്തായിരുന്നു? അത് ശരിക്കും ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് മാത്തമെറ്റിക്സിന് 2 പേപ്പർ, അന്ന് മാത്തമെറ്റിക്സ് ഈ വരയും കുറിയൊക്കെ ഉള്ള മാത്തമെറ്റിക്സ് ഒരെണ്ണമാണ്. നമ്മുടെ ഈ പൊട്രാക്ടറൊക്കെ വെച്ച് വരയ്ക്കുന്ന ഒരു മാത്സും, പിന്നെ ഈ സൈൻ കോസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് 2 പേപ്പറാണ്. അപ്പോൾ അത് എനിക്ക് ഈ മാത്തമെറ്റിക്സ് എന്തുകൊണ്ടാണെന്നറിയില്ല, മേ ബി 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ എനിക്ക് മാത്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്കൽറ്റീസിൻ്റെ ടീച്ചേഴ്സിൻ്റെ പ്രശ്നമായിരിക്കാമെന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന. കാര്യം ആ സബ്ജക്റ്റ് തുടക്കം മുതലേ ഞാൻ ഒരുപാട് അടി കിട്ടി, ഞാൻ വെറുത്തു പോയതെന്നാണ് ഈ പറയാം. അങ്ങനത്തെ ഒരു പേപ്പറാണ് മാത്സ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ 10ാം ക്ലാസ്സിൽ 2 മാത്സ് പേപ്പറിനും കൂടി എനിക്ക് 50-ന് കഷ്ടി ഒരു 24-25 മാർക്കാണ് കഷ്ടി കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ഈ മാത്സ് എന്നെ കൊണ്ട് പറ്റില്ല, അപ്പോൾ മാത്സ് ഉള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് +1 +2 ഞാൻ സയൻസ് എടുക്കാതെ ഞാൻ കൊമേഴ്സ് എടുത്തു. ശരിക്കും കൊമേഴ്സ് എടുത്തതല്ല, 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ട് എനിക്ക് കഷ്ടി ഒരു 62-63% മാർക്കേ 10ാം ക്ലാസ്സിലുള്ളൂ. അന്ന് അത് വെച്ചിട്ട് സയൻസിൽ അഡ്മിഷൻ കിട്ടില്ല. കാരണം ഡിസ്റ്റിങ്ഷൻ എന്നാണ് അന്നത്തെ കൺസെപ്റ്റ്, അന്ന് ഗ്രേഡിംഗ് അല്ല. ഞാനീ പറഞ്ഞ 2000-ലാണ്, ഞാൻ SLC കഴിയുന്നത് 2000-ലാണ്. അപ്പോൾ അന്ന് ഗ്രേഡിംഗ് സിസ്റ്റമാണ്, ഈ ഡിസ്റ്റിങ്ഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഡിസ്റ്റിങ്ഷന് ഏറ്റവും എക്സലൻറ്റ് മാർക്കാണ്, അവർക്കേ സയൻസ് കിട്ടൂ, ഫസ്റ്റ് ക്ലാസ്സുകാർ അങ്ങോട്ട് പോകണ്ട. പിന്നെ അന്ന് ഈ ഓൺലൈൻ അലോട്ട്മെൻ്റ് ഒന്നും അല്ല, സ്കൂളുകാരാണ് ഡിസൈഡ് ചെയ്യുന്നത്, മാർക്ക് നോക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ബ്രദർ, അപ്പോൾ പുള്ളിക്ക് ഞാൻ സയൻസ് എടുക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് സയൻസിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ ഫാദർ വിളിച്ചിട്ട് പറഞ്ഞു ഈ മാർക്കിൽ നടക്കുകയില്ല. അപ്പോൾ പുള്ളി കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും സയൻസ് കിട്ടിയാൽ മതിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് സയൻസ് വേണ്ട, പക്ഷേ വീട്ടുകാരുടെ നമ്മളൊരു സ്റ്റേജിൽ അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ഡിസിഷൻ മേക്കിംഗ് പറ്റത്തില്ലല്ലോ. അങ്ങനെ എനിക്ക് ഫാദർ പറഞ്ഞു നിങ്ങളിപ്പോൾ കൊമേഴ്സിൽ അഡ്മിഷൻ എടുക്കുക, കൊമേഴ്സിൽ ഇരിക്കുക, സയൻസിൽ നിന്ന് ആരെങ്കിലും ചേഞ്ച് വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ ഒരു വാക്കിൻ്റെ പുറത്ത് അവിടെ അഡ്മിഷൻ എടുക്കുന്നു. ഞാൻ സ്കൂളിൽ ഇരിക്കുന്നത് കൊമേഴ്സ് ക്ലാസ്സിലാണ്. ട്യൂഷൻ സെൻറ്ററിൽ ഈ അങ്കിൾ എന്നെ കൊണ്ട് ചേർത്തിരിക്കുന്ന ട്യൂഷൻ സെൻറ്ററിൽ ഞാൻ പോയിരിക്കുന്നത് സയൻസ് ക്ലാസ്സിലാണ്. അപ്പോൾ രാവിലെയും വൈകിട്ട് ഞാൻ സയൻസ് കേൾക്കും, ഡേ ടൈം മൊത്തം കൊമേഴ്സാണ് കേൾക്കുന്നത്. സാറ്റർഡേ സയൻസിൽ പോയിരിക്കും. ആദ്യത്തെ 2 മാസം അങ്ങനെയായിരുന്നു. ഈ സയൻസ് ക്ലാസ് കേട്ട് ഒരു 3-4 ക്ലാസ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയല്ല. കാരണം ഫിസിക്സ് ഉണ്ട്, അതിനകത്ത് കെമിസ്ട്രി ഉണ്ട്. എനിക്ക് ഈ കെമിസ്ട്രി പിന്നെയും ഓക്കെയാണ്, ഈ ഫിസിക്സ് ഒട്ടും പറ്റില്ല. കാരണം മാത്സ് എവിടെ വരുമോ അവിടെ പ്രശ്നമാണ്. കെമിസ്ട്രിക്കകത്ത് മാത്സ് വരുമ്പം എനിക്ക് പേടിയാണ്. കാര്യം എനിക്ക് 2ാം ക്ലാസ്സിൽ തുടങ്ങിയ അടിയാണ് ഈ മാത്സ്. ഈ സബ്ജക്റ്റ് വെറുക്കുന്ന അങ്ങനെയാണ്. ഞാൻ എപ്പോഴും കുട്ടികളടുത്തും പറയാറുണ്ട്, നമ്മളൊരു സബ്ജക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ എങ്ങനെയാണോ ആ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ആ കുട്ടികളുടെ അത് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ നല്ല സിമ്പിളായിട്ട് അത് പറഞ്ഞു കൊടുത്താൽ ഇഷ്ടപ്പെടും. ഈ ചാക്കോ മാഷിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ, മാത്സ് പുള്ളി സ്പന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടായി പിന്നീട്, അത് വേറെ കഥ. ഈ ചാർട്ടേഡ് അക്കൗണ്ട്സിനകത്ത് ഈ പറയുന്ന പേടിക്കുന്ന കണക്കൊന്നുമില്ല, അതാണ് സത്യം.
ഞാൻ വീട്ടുകാരറിയാതെ സ്കൂളിൽ പോയിട്ട് ഞാൻ പറയുന്നു, ഈ ഫാദറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൊമേഴ്സ് മതി. അപ്പോൾ തന്നെ ഫാദർ ഞാൻ കൊടുത്ത അഡ്മിഷൻ തിരിച്ചെൻ്റെ ആ അഡ്മിഷൻ്റെ പേപ്പർ, ആ ആപ്ലിക്കേഷൻ്റെ പേപ്പർ എനിക്ക് തിരിച്ചു തന്നു. തന്നിട്ട് പറഞ്ഞു ഓക്കെ ഫൈൻ. പുള്ളി ഹാപ്പി ആയി, കാരണം ഇങ്ങനെ ഒരുപാട് പേരും നിൽക്കുക ഇത് മാറാനായിട്ട്. വീട്ടുകാരറിയുന്നത് 6 മാസം കഴിഞ്ഞാണ്. അപ്പോഴത്തേക്കും പിന്നെ ഇനി മാറ്റാൻ പറ്റുന്ന അവസ്ഥയില്ല. അപ്പം ഈ അങ്കിൾ വന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റൂ, എനിക്ക് ഈ കൊമേഴ്സ് ഇഷ്ടപ്പെട്ടു, എനിക്ക് കൊമേഴ്സ് മതി. അങ്ങനെയാണ് ഞാൻ +1 +2 കൊമേഴ്സ് എടുക്കുന്നത്. ഈ +2 കൊമേഴ്സ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി ഐഡിയ ഇല്ല. കാര്യം ഞാൻ വളരെ റൂറൽ ഏരിയയിലാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് മാറി റൂറൽ ഏരിയയിലാണ്. അപ്പം ഞങ്ങൾക്ക് ഈ CA എന്നോ എന്താണെന്നൊന്നും അറിയില്ല. +2 കൊമേഴ്സ് കഴിയുമ്പോൾ അടുത്ത സ്വാഭാവികമായിട്ട് ചോദ്യം വരും, +2 കൊമേഴ്സ് ആണ്. ഈ +2 സയൻസ് എടുക്കുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അവർക്ക് പലതരം കോഴ്സുകൾ തിരിഞ്ഞു പോകാം. ഈവൻ +2 കൊമേഴ്സ് എടുക്കുന്ന സയൻസ് പഠിക്കുന്നവന് കൊമേഴ്സ് വരാം, ബട്ട് തിരിച്ചു പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഞാൻ അടുത്ത എന്താണ്, അപ്പോൾ +2 കൊമേഴ്സിന് തിരക്കില്ലാത്ത മാർക്കുണ്ട്. സ്റ്റേറ്റ് സിലബസാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഒരു ഏതാണ്ട് 65% മാർക്ക് എനിക്ക് +2-നുണ്ട് കൊമേഴ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു BCom, BBA ഉണ്ട്, BCom ഉണ്ട്. പക്ഷേ BBA എടുത്താൽ MBAക്ക് മാത്രമേ പോകാൻ പറ്റൂ. BCom എടുത്താൽ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ തിരിഞ്ഞു പോകാൻ പറ്റും. അതുകൊണ്ട് BCom ആണ് ബെറ്റർ എന്ന് പറഞ്ഞു. മാത്രമല്ല BBA അന്ന് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അങ്ങനെയാണ് ഞാൻ BCom, കേരള യൂണിവേഴ്സിറ്റിയുടെ BCom പഠിക്കുകയാണ്. BCom പഠിച്ച് 3rd ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹമാണ് എന്നോട് പറയുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്, അത് ജയിച്ചാലും തോറ്റാലും ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ സാധാരണ ഒരു കോഴ്സ് ജയിച്ചാലാണല്ലോ ജോലി കിട്ടുക, ഇത് തോറ്റാലും ജോലി കിട്ടും. നമ്മൾ അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റായി. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ തോറ്റാ ജോലി കിട്ടുന്നത്? അപ്പോഴാണ് അവൻ പറയുന്നത് ഇത് തോറ്റു കഴിഞ്ഞാന്ന് വെച്ചാൽ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് എന്നൊരു സംഭവമുണ്ട്, 3 വർഷത്തെ ട്രെയിനിങ് ആണ്. നമ്മളൊരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരും. അങ്ങനെ നമ്മൾ അക്കൗണ്ടിൽസിൽ ഭയങ്കര എക്സ്പേർട്ട് ആവും, കമ്പനികൾ നമ്മളൊന്ന് കൊത്തിക്കൊണ്ടുപോകും. അങ്ങനെയാണ് അവൻ പറഞ്ഞ വാക്ക്. ഇത് കേട്ടിട്ടാണ് ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നത്. ഇതാണ് ഒരു റീസൺ. രണ്ടാമത് ഞാൻ ചോദിച്ചു കാശ് എങ്ങനെയാണ്? കാര്യം എൻ്റെ മൈൻഡിൽ BCom കഴിഞ്ഞിട്ട് MBA പഠിക്കാനായിരുന്നു ശരിക്കും താല്പര്യം. MBA പഠിച്ചിട്ടൊരു അന്ന് MBA കത്തി നിൽക്കുന്ന സമയം, ഞാൻ ഈ പറയുന്നത് 2005-ലാണ്, 2005-ലാണ് ഡിഗ്രി കഴിയുന്നത്. അന്ന് ഇത് MBA ഭയങ്കര കത്തി നിൽക്കുന്ന സമയമാണ്. പക്ഷേ വീട്ടിൽ അത് പോസിബിൾ അല്ല. കാരണം പോസിബിൾ അല്ലെന്ന് വെച്ചാൽ ഈ ഡിഗ്രിക്ക് വിട്ടപ്പോൾ തന്നെ അവർ പറയുന്നത് ഇത് നമ്മളെ കൊണ്ട് താങ്ങുന്നതല്ല, കാരണം സാമ്പത്തികമായി വളരെ വളരെ മോശമാണ്. അപ്പോൾ MBAക്ക് പറ്റില്ല. കാരണം അന്നത്തെ കാലത്ത് ഒരു 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു MBA ചെയ്യാൻ പറ്റുള്ളൂ. നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തില്ലെങ്കിൽ ജോലിയും കിട്ടത്തില്ല. അപ്പോൾ എനിക്കത് പറ്റില്ല. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു MBA നീ നോക്കണ്ട, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സുഹൃത്ത് ഇത് പറയുന്നത്. അപ്പോൾ 3rd ഇയർ കഴിഞ്ഞു, പരീക്ഷ എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുക, റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കരുതി ശരി എന്നാൽ ഇത് കൊള്ളാം. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാവും? അന്ന് CA രജിസ്റ്റർ ചെയ്യാൻ്റെ ചിലവ് 6000 രൂപയാണ്, 6000 റുപ്പീസാണ്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ബ്രാഞ്ചിൽ വരുന്നു, ഇതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോൾ അന്ന് അവരെനിക്കൊരു പ്രോസ്പെക്ടസ് അവിടെ നിന്ന് തരുന്നു. ആ പ്രോസ്പെക്ടസിൽ ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു കൊക്കയാണ്, ഇവിടെ ഒരു മല പോലത്തെ ഒരു മലയും ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സ്ഥലം, ഒരാൾ അതിൻ്റെ അറ്റത്തുനിന്ന് നിൽപ്പുണ്ട്, ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്, ഈ മഴ പെയ്യുന്നുണ്ട്, അതൊക്കെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയൊരു നൂൽപ്പാലം പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ നടന്ന് അപ്പുറത്ത് പോകണം, താഴെ വലിയൊരു കുഴിയും നദിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ പെട്ടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അന്നത്തെ പ്രോസ്പെക്ടസിൻ്റെ. അതായത് ഇത് ടഫാണ്, പക്ഷേ കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു ഇതാണ് അന്നത്തെ പിക്ചർ. അപ്പം ഞാൻ ആ പിക്ചർ പോലും എടുത്ത് വെച്ച് നോക്കുവാണ്, ഇതെന്താണ് മനസ്സിലായി, ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ് മറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച പേപ്പറിൻ്റെയൊക്കെ പേരുകളാണ്. ഓ ഇത് കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്, എത്ര ഒരു പാസ്സായിട്ടുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ അന്ന് വളരെ ചുരുക്കം നമ്പേഴ്സേ ഉള്ളൂ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്ത്യയിൽ. അപ്പോൾ പേടിയുണ്ട്, എന്നാൽ ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എന്നാൽ രണ്ടും കൽപ്പിച്ച് ശ്രമിച്ചേക്കാം എന്നൊരു കോൺഫിഡൻസ് അന്ന് വരുന്നു. അങ്ങനെ ഞങ്ങളൊരു 3 പേര് പോയിട്ട് ഇത് കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതാണ് ശരിക്കും ഞാൻ വന്ന വഴി. പിന്നെ 2005-ലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2011-ലാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ 6 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് അറിഞ്ഞു. കാരണം ഇതിനകത്ത് ട്രാക്കിലായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാര്യം കല്യാണങ്ങൾക്ക് പലതിനും പോകാൻ പറ്റാറില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുന്നതിന് കുറവാണ്. അപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കും. കാര്യം അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് ഈ പഠിക്കാനുള്ള ഓളിയും കാര്യങ്ങളൊക്കെ. കാര്യം ഇതിനകത്ത് വന്ന് പെട്ടു, ഇതിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങി വരണം. വീട്ടിൽ പോയിട്ട് എനിക്കിത് പറ്റുന്നില്ല, വേറെ കോഴ്സ് പഠിക്കാം എന്ന് പറ്റില്ല. നമുക്കറിയാം വീട്ടിലെ സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരുന്നത്. അപ്പോൾ അമ്മയോടത്ത് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത്, അച്ഛനേക്കാളും കൂടുതൽ അമ്മയെടുത്ത അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഫീസ് കൊടുക്കണമെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്ന അമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മ പറയും നീ ട്രൈ ചെയ്യ്, നമുക്കിവിടെ ആർക്കും അത്യാവശ്യമൊന്നുമില്ല,
നീ പറ്റുന്ന പോലെ പഠിച്ച് പാസ്സായാൽ മതി. കാരണം അന്നേ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര ഏജ് ആയാലും എത്ര അറ്റംപ്റ്റ് എടുത്താലും ഇത് പാസ്സാകുന്നതാണ് പ്രധാനമെന്ന് അന്ന് പരക്കെ പറയും. മെമ്പേഴ്സ് പോലും, നമ്മൾ കാണുന്ന ക്വാളിഫൈഡ്സ് പോലും പറയും, അറ്റംപ്റ്റിലൊന്നും കാര്യമില്ല, ഇത് പാസ്സാവുന്നതിലാണ് കാര്യം. അതുകൊണ്ട് വീട്ടുകാർക്ക് ഇതറിയാം. അപ്പോൾ അവർ പറഞ്ഞ് പ്രശ്നമില്ല, നീ പഠിച്ചോ. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു മെൻ്റൽ പ്രഷർ എനിക്കില്ലായിരുന്നു. പിന്നെ ഒറ്റ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ആഴ്ച ഫീസ് കൊടുക്കണമെങ്കിൽ തലേദിവസം വന്ന് പറയരുത്, ഒരു മാസം മുമ്പേ പറയണം ഫീസ് കൊടുക്കണം. അപ്പോൾ അവരതനുസരിച്ച് അത് തരും. അത് ഞാൻ പല വേദികളിലും പറയാനുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഈ പേപ്പർ, ടാക്സേഷൻ എന്നുള്ള പേപ്പർ, അത് ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീസ് 2500 രൂപയാണ് അന്ന് ഞാൻ പഠിക്കുന്ന ട്യൂഷൻ. കാരണം ഓരോ പേപ്പറിനെ ക്ലാസ് ഉള്ളൂ. നമ്മളിന്ന് കാണുന്ന പോലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് CAക്ക് അന്നില്ല. ഓരോ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് അവരുടെ സൗകര്യത്തിന് അവർ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് തരും. അത് കഴിഞ്ഞ് നമ്മൾ പോവും, പഠിക്കും, വീണ്ടും അടുത്ത് അവർ പറയുന്ന ദിവസം പോവും. അങ്ങനെ പഠിക്കുന്നത്. ഓർഗനൈസ്ഡ് ക്ലാസ് ഇല്ലെന്ന് അന്ന് ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിലില്ല എല്ലാ സബ്ജക്റ്റിനും ഒരുമിച്ചുള്ള ക്ലാസ്. അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന ടാക്സിൻ്റെ 2500 ഫീസ് കൊടുക്കണം. അമ്മയടുത്ത് പറയുമ്പോൾ നേരത്തെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വീട്ടിൽ ഈ ആട് വളർത്തുന്ന പരിപാടി ഉണ്ടാവും, 1-2 ആടുണ്ടാവും. അപ്പോൾ അന്ന് കറക്കുന്ന ഒരാടുണ്ട്, പാല് കറക്കുന്ന ഒരാട്. അപ്പോൾ ആ ആടിനെ വിറ്റിട്ടാണ്, അതിൻ്റെ പൈസ കൊണ്ടാണ് ഞാൻ ഈ ടാക്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ടത്, ഫീസ് കൊടുക്കുന്നത്. അമ്മയാണ് എൻ്റെ കയ്യിൽ തരുന്നത്. അപ്പോൾ അത് പിന്നീട് ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വന്ന ആ ഒരു വഴികൾ എന്നൊക്കെ ആൾക്കാർ പറയുന്നില്ല. ഇന്നത്തെ ഒരു ആൾക്കാർക്ക് അത് എത്രത്തോളം കേൾക്കുമ്പോൾ ഈ പഴംപുരാണം എന്ന് പറയുന്ന പലർക്കും ബോറാണ്. ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സാർ പറഞ്ഞത്. അപ്പോൾ അതൊരു വളരെ വളരെ ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ, ഞാൻ മൊബൈൽ ആദ്യമായിട്ട് വാങ്ങുന്നത് CA ഇൻ്റർ പാസ്സായി, ഒരു ഗ്രൂപ്പ് പാസ്സായി ആർട്ടിക്കിൾഷിപ്പിന് കയറുന്ന സമയത്താണ് ആദ്യമായിട്ട് മൊബൈൽ മേടിക്കുന്നത്. അന്നത്തെ മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നോക്കിയുടെ ആ ഒരു 1100 എന്ന് പറയുന്ന ആ ഫോണാണ് ആദ്യം മേടിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അന്ന് ആദ്യമായിട്ട് ആ ഫോണൊക്കെ മേടിക്കുന്ന സമയത്ത്. ഞാൻ ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നത് വരെ വീട്ടിൽ TV ഇല്ല. അത് കഴിഞ്ഞാണ് വീട്ടിൽ TV മേടിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ല. വീട്ടിൽ പോയാൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറെ ഒരു കാര്യത്തിനും വീട്ടുകാർ നമ്മളെ വിളിക്കുക ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്കിരുന്ന് പഠിക്കാം. ശരിക്കും ഞാൻ ഈ CAയിൽ വന്നത് ഒന്ന് കോസ്റ്റ് കുറവെന്നുള്ളൊരു റീസൺ. നമുക്ക് അഫോർഡബിളാണ്. ഞാൻ പറയും ഇതൊരു വിപ്ലവക്കാരൻ്റെ അല്ലെങ്കിൽ വിപ്ലവ സിദ്ധാന്തം പറയുന്ന കമ്മ്യൂണിസം ഉള്ള കോഴ്സാണെന്ന് ഞാൻ പറയും. കാര്യം ഏത് പാവപ്പെട്ടവനും ഇത് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് പൈസ അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ടൈമാണ്. നമ്മുടെ ടൈം, നമ്മുടെ ഡെഡിക്കേഷൻ. താല്പര്യമുള്ള ഒരാൾക്ക് അഫോർഡബിളാണ്, പഠിച്ചെടുക്കാൻ പറ്റും. പൈസ അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കും അത് തന്നെയാണ് വേണ്ടത്. ഈവൻ ഇൻ്റലിജൻസും ബ്രില്യൻസും പോലും അധികം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പാസ്സാവില്ല. കാരണം 10ാം ക്ലാസ്സിൽ എനിക്ക് മാത്സിന് ഞാൻ വളരെ മോശമാണ്. പഠിച്ചെടുക്കാൻ പറ്റും. വന്നതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ജയിച്ചാലും തോറ്റാലും ജോലി കിട്ടുമെന്ന് പറയും. അത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. ഫീസ് കുറവാണ്. ഞാൻ ഇനി സാറ് വൺസ് എന്നെ ജോയിൻ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇടയിലുള്ള കാര്യങ്ങളിലേക്ക് വരാം. എനിക്കൊരു ചോദ്യമുള്ളത്, സാറിപ്പോൾ നമ്മുടെ കേരളത്തിലെന്നല്ല, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലാണെങ്കിലും കുട്ടികളോട് CA പഠിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ചില ഫാക്കൽറ്റീസ് ഉണ്ടാവും, ഇവരുടെ ക്ലാസ് എവിടെയാണെന്നുള്ളത്. അതിലൊന്ന് സാറിൻ്റെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ അത്രയും വർഷം കൊണ്ട് സാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ലെഗസി ഉണ്ട് ടീച്ചിങ്ങിൽ. അപ്പോൾ CA കഴിയുമ്പോൾ സാർ എനിക്കറിയാം സാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ടീച്ചിങ് സാറിൻ്റെ ഒരു മെയിൻ ഏരിയയാണ്. അതെ. അപ്പം വൈ ടീച്ചിങ് എന്തുകൊണ്ടാണ് സാർ പാഷനേറ്റ് ആണെന്ന് എനിക്കറിയാം. കാണുന്നവർക്ക് ചിലപ്പോൾ പാരൻസ് അറിയുന്നുണ്ടാവില്ല, കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ടീച്ചിങ്ങിലേക്ക് തിരിയാനുള്ളൊരു കാരണം എന്താണ്? ഹൗ മച്ച് യു ലവ് ദാറ്റ് ടീച്ചിങ്? വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ടീച്ചിങ്ങിൽ വരുന്നത്. ഈ പണ്ട് പഠിക്കുന്ന സമയത്തും ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും എൻ്റെ കൂടെ ഉള്ളവരെ BCom പരീക്ഷ ആവുന്ന സമയത്ത് വീട്ടിലവർ വരും, നമ്മളിരുന്ന് ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അവർ പറയും. അപ്പോൾ അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അവർ വരുന്നത്. അങ്ങനെ കുറച്ചൊരു പാസ്സായിട്ടുണ്ട്. ശരിക്കും റീസൺ എന്ന് വെച്ചാൽ, ഞാൻ CA ഫൈനൽ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് സുഖമില്ലാതാവുകയാണ്. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം ഈ ട്രീറ്റ്മെൻറ്റിന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു CA ഫേമിൽ പെർമനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കയറാൻ പറ്റില്ല. അന്നത്തെ ജോബ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ CA ഫേമിൽ കയറുക എന്നുള്ളതാണ്, വേറെ ജോലി കിട്ടത്തില്ലെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു CA ഫേമിൽ ജോയിൻ ചെയ്തു. 2 മാസം കഴിയുമ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് അമ്മയ്ക്ക്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കീമോതെറാപ്പി ചെയ്യണ ഓരോ സമയത്ത് ഞാൻ ലീവ് എടുക്കണം. 2 പ്രാവശ്യം ലീവ് എടുത്തു. വീണ്ടും വീണ്ടും പോയി എങ്ങനെ ലീവ് എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് ചാട്ടോക്കിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ്. പുള്ളി പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ല, ജസ്റ്റ് പോയിട്ട് പിന്നെ ക്വാളിഫൈ ചെയ്തിട്ട് എല്ലാം റെഡിയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഒരു
2 മാസമാണ് ഞാൻ ആ ഫേമിൽ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളോട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിടത്തും പെർമനൻറ്റ് കയറാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുവാണ്. അദ്ദേഹം കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. പുള്ളി M.Com കഴിഞ്ഞാണ്, ഞാൻ ഡിഗ്രിയാണ്. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്തിട്ട് പുള്ളി ചെറുതായിട്ട് ട്യൂഷൻ പോലെ തുടങ്ങുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടെ ഈ ടാക്സ് എന്നുള്ള പേപ്പർ എടുക്കാൻ ആരുമില്ല. എനിക്ക് ശരിക്കും അന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട പേപ്പർ അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും ആണ്. ഈ 2 പേപ്പറാണ് എൻ്റെ ഫേവറേറ്റ് പേപ്പർ. ടാക്സ് എൻ്റെ കാരണം ഞാൻ ഡിഗ്രിക്ക് ടാക്സ് പഠിച്ചിട്ടില്ല, CA വന്നിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അത്ര ഭയങ്കര ഒരു ഇഷ്ടമൊന്നും അതിനോട് ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ എടുക്കേണ്ടത് ടാക്സാണ്. ഞാൻ പറഞ്ഞു ശരി, കാരണം എൻ്റെ സിറ്റുവേഷൻ പുള്ളിക്ക് അറിയാം, എനിക്ക് കുറച്ച് റവന്യൂ വേണം, എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് അതിനനുസരിച്ച് ചാർട്ട് ചെയ്താൽ മതി. അവിടെ വരുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ലെവലിലെ കുട്ടികളാണ്, ഭയങ്കര ക്ലാസ് എക്സ്പെക്ട് ചെയ്ത് വരുന്നവരല്ല. അവർക്കൊരു ക്ലാസ് വേണം, അവരൊന്ന് മെൻറ്റർ ചെയ്യണം, അവർ പാസ്സാവും. ഇൻ്ററാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് വരികയും പുള്ളിയുടെ സെൻറ്ററിലാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങുന്നത്. ഇത് ഏത് വർഷമാണ്? ഇത് സംഭവിക്കുന്നത് 2008 2008. ഞാൻ ഫൈനൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ 2008 തൊട്ട് എഴുതി തുടങ്ങി. 2011 പാസ്സാവുന്നത്. ഞാൻ അന്ന് പാസ്സായിട്ടില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ വന്ന് പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു 3-4 കുട്ടികളാണ് ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചു, ഫൈനൽ എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈനൽ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടില്ല, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കുട്ടികൾക്ക് അത് പ്രശ്നമല്ലെങ്കിൽ ജസ്റ്റ് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. എന്തോ ഒരു കോൺഫിഡൻസ് എന്ന് തോന്നി. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർ എടുത്തു തുടങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ ഫൈനൽ എടുത്തു തുടങ്ങി. അന്ന് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ പരീക്ഷ എഴുതുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ ഇരുന്നിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയും. അപ്പോൾ എന്തോ അവർക്കറിയാത്തതിനേക്കാളും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അവർ ഓക്കെ ഇത് കൊള്ളാം, അവർ വീണ്ടും വരുന്നു. അങ്ങനെ അത് കുട്ടികളുടെ എണ്ണം കൂടുന്നു. പിന്നെ അതൊരു 10, 40, 50 കുട്ടികളുടെ ഒരു ബാച്ചാകുന്നു. അതാണ് എൻ്റെ ശരിക്കും ടീച്ചിങ് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ടാക്സിലായത്. CA ഫൈനൽ ക്വാളിഫൈ ചെയ്തു. ഞാൻ ബിഗ് 4 നമ്മുടെ KPMG കൊച്ചി രവിപുരത്ത് ആദ്യമായിട്ട് ലൈഫിൽ കൊച്ചിയിൽ വരുന്നത് KPMG ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ആദ്യമായിട്ട് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു, ഓഫ് ക്യാമ്പസ് ആയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എന്നെ സെലക്ട് ചെയ്തവർ KPMG ടാക്സേഷൻ വിങ്ങിൽ. അപ്പോൾ അന്ന് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. പക്ഷേ ഞാനിവിടെ ക്ലാസ് തുടങ്ങി, എൻ്റെ അടുത്ത 2-3 ബാച്ചായി. അപ്പോൾ എനിക്ക് കമ്മിറ്റ്മെൻ്റായി. ഈ കുട്ടികൾ വരുമ്പോൾ അവരെ തീർക്കാതെ എങ്ങനെ വിടുക. അപ്പോൾ അവരുടെ ഞാൻ ടൈം ചോദിച്ചു. അവർ പറഞ്ഞു കുഴപ്പമില്ല, 2 months ടൈം തരാം, നിങ്ങൾ തീർത്തിട്ട് വന്ന് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ബാച്ച് വന്നു. അപ്പോൾ ഞാൻ ആകെ ശരിക്കും കൺഫ്യൂഷനായി, ഇത് ഇൻഡസ്ട്രിയിൽ പോകണോ. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു നീ ചെയ്യണത് മണ്ടത്തരമാണ്. കാരണം KPMG പോലത്തെ ഒരു സ്ഥലത്ത് ടാക്സേഷനിൽ കയറുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, അതും കേരളത്തിൽ. നിനക്ക് വീട്ടിൽ ഇടയ്ക്ക് പോവാം, നോർമലി ദൂരോട്ടൊക്കെ പോകണ്ടേ. പക്ഷേ ഞാനൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഡിസിഷൻ എടുത്തു, ടീച്ചിങ് കണ്ടിന്യൂ ചെയ്യാം. കാര്യം ഞാൻ ചെറുതായിട്ട് അത് എൻജോയ് ചെയ്ത് തുടങ്ങി. ആ സമയമായപ്പോഴത്തേക്കും ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അപ്പുറത്തിരിക്കുന്നവന് മനസ്സിലായി എന്ന് കാണുമ്പോൾ അവൻ്റെ മുഖത്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് തരുന്നൊരു ലഹരി ഭയങ്കരമാണ്. പൈസയെക്കാളും ആ ലഹരി ഭയങ്കരമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഏജിൽ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നോ പറഞ്ഞു. അപ്പോൾ രണ്ടാമത് എടുത്ത് ചോദിച്ചു യു ഷുവർ? ഞാൻ പറഞ്ഞു ഷുവറാണ്. ഇല്ല. പിന്നെ ഞാൻ ഒരിടത്ത് ഇൻ്റർവ്യൂവിനോ ജോലിയെ പറ്റി ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ട്രിവാൻഡ്രത്ത് നിന്ന് പിന്നീട് കൊച്ചിയിലേക്ക് വരുന്നു, പല ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് പഠിപ്പിച്ചു. അതാണ് എൻ്റെ ഒരു യാത്ര. ടീച്ചിങ് അവിചാരിതമായിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അസുഖം കാരണം എനിക്ക് വേറെടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നതാണ്. അത് ടീച്ചിങ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു കരിയറായിട്ട് എടുക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ വന്നപ്പോൾ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ഏരിയ എന്ന് എനിക്ക് മനസ്സിലായി. കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പം നമുക്ക് ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നില്ല. മറ്റേ ജോലി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ വൈകിട്ട് 6 മണിയായി ഇറങ്ങണം, ഇതങ്ങനല്ല. അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. സാർ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ക്ലാസ് കഴിഞ്ഞിട്ടാണെന്നുള്ളതാണ്. ക്ലാസ് കഴിഞ്ഞിട്ടാണ്. ടീച്ചിങ് അല്ലാതെ സാറിൻ്റെ ഒരു പാഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗസ് ചെയ്യുന്നത് ട്രാവലിംഗ് ആണെന്നാണ്. അതെ. അപ്പോൾ എത്ര പേർക്ക് അറിയില്ല, സാറ് 2 വണ്ടിയുണ്ട്, പജേറോ, ഒരു ഹൈലക്സ് ഉണ്ട്, ഒക്കെ ഓഫ് റോഡിന് പറ്റിയ വണ്ടികളാണ്. ഞാൻ ഈ അടുത്ത് സാറിൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് സജഷൻ വന്നു. അപ്പോൾ അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നത് ഫാമിലി ആയിട്ട് ഹിമാലയത്തിൽ നിൽക്കുന്നൊരു ഫോട്ടോ ആയിരുന്നു. സാർ എങ്ങനെയാണ് യാത്രകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്? എവിടെയൊക്കെ പോയിട്ടുണ്ട്? എങ്ങനെയാണ് CA ടീച്ചിങ് ജോലി ഒപ്പം യാത്ര അതൊക്കെ മാനേജ് ചെയ്യുന്നത്? പൊതുവെ ഒരു പറച്ചിലുണ്ട് CA ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്, ഭയങ്കര ഇതാണെന്നൊക്കെ. ഇതിൻ്റെ ഉത്തരം ചിലപ്പോൾ അതിനുള്ളൊരു ആൻസറും കൂടെ ആവും. അതായത് യാത്ര എനിക്ക് പണ്ട് മുതലേ ഈ കാടും വൈൽഡ് ലൈഫിനോട് വല്ലാത്തൊരു താല്പര്യമുണ്ട്. അത് ഈ കൂടുതലും പണ്ട് പുസ്തകങ്ങളിൽ കൂടി വായിച്ചിട്ടുള്ള, കാരണം നമ്മൾ പണ്ടൊന്നും പോകുന്നില്ല.
പിന്നെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോയിട്ടുള്ള സമയങ്ങളിൽ സ്ഥലങ്ങളൊക്കെ കാണുമ്പം ഇത് വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടുണ്ടായിരുന്നു. പക്ഷേ അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ ക്വാളിഫൈ ചെയ്ത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ച് വരുമാനമൊക്കെ വന്ന് ടൈം കിട്ടുന്ന സമയത്ത് യാത്ര പോകണമെന്ന് തോന്നി. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ആദ്യമായിട്ട് കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ കോളേജിലെ 4 ഫ്രണ്ട്സ് ചേർന്ന് പോകുന്നത്. ആ യാത്രയാണ് ശരിക്കും എനിക്ക് പിന്നീടുള്ള വീണ്ടും വീണ്ടും യാത്ര ചെയ്യാനുള്ള ഒരു എനർജി തന്ന ആ യാത്രയാണ്. അപ്പോൾ അതിനുശേഷം ഡിസൈഡ് ചെയ്തു ഫ്യൂച്ചറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്യും. അത് അന്ന് ഡിസൈഡ് ചെയ്ത കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഈ ഓഫ് റോഡിലേക്ക് വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. കാര്യം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കേരളത്തിൽ ഉറുമ്പിക്കര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇടുക്കിയിൽ. വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ക്ലബ്ബുണ്ട്. ട്രിവാൻഡ്രത്തുള്ളൊരു ക്ലബ്ബാണ്. അവരൊരു ട്രിപ്പ് അങ്ങോട്ട് പോവാണ്. കൂടെ വരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഈ സ്ഥലം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ വണ്ടിയിൽ അവനോടൊപ്പം ആ യാത്രയ്ക്ക് പോവുകയും ആ യാത്രയിൽ നിന്നാണ് ഈ പറഞ്ഞ ജീപ്പ് അല്ലെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് എത്താൻ പറ്റാത്ത നോർമൽ വാഹനത്തിൽ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ വാഹനത്തിൽ എത്താൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കുന്നതും അന്ന് കയറിയൊരു ഹരമാണ്. ഇനി എടുക്കുവാണെങ്കിൽ ഒരു 4 വീൽ ഡ്രൈവുള്ള ഓഫ് റോഡ് വണ്ടിയേ എടുക്കുകയുള്ളൂ, എനിക്ക് കാറ് വേണ്ട. അത് അന്ന് ഡിസൈഡ് ചെയ്ത. ഈവൻ മെഴ്സിഡസ് ബെൻസ് എനിക്ക് കൊണ്ടു തന്നാലും വേണ്ട, അത് അന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അത് ആ യാത്രയാണ് എന്നെ ശരിക്കും ഓഫ് റോഡിലേക്ക് അട്രാക്ട് ചെയ്തത്. പിന്നെ ഞാൻ ആ ക്ലബിൻ്റെ ഭാഗമാകുന്നു. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓഫ് റോഡ് ഡ്രൈവ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ സമയം എന്ന് പറയുന്നത് ശരിക്കും ചില സമയങ്ങളിൽ എനിക്ക് കണ്ടെത്താൻ പറ്റാറില്ല. കാരണം ക്ലാസ്സിൻ്റെ ഈ ടൈറ്റ് ഷെഡ്യൂൾസ് വരുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. നേരത്തെ പ്ലാൻ ചെയ്യും. ഒരു 6 മാസം മുമ്പേ ഇന്ന മന്ത് ലീവ് ആണെന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആൾക്കാരുടെ നമ്മൾ പറയും, ഈ മാസം ഇടരുത്, ഫുൾ ലീവ് ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സമയം അടുപ്പിച്ച് അത്രയും സമയം കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ മെയിലാണ് ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലേക്ക് പോയത്. ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. കാരണം എൻ്റെ ഇളയ ആൾക്ക് അന്ന് 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ മൂത്ത ആൾക്ക് 7 വയസ്സ് കഴിഞ്ഞു, 8 വയസ്സ്. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ടാണ് ഞങ്ങൾ, വൈഫും അങ്ങനായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരും പറഞ്ഞു തുടക്കത്തിൽ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പോകാൻ ഡിസൈഡ് ചെയ്തു. അതൊരു അൺപ്ലാൻഡ് യാത്രയായിരുന്നു. പ്ലാനിങ് ഒന്നും ചെയ്തില്ല. ഇവിടുന്ന് പോയി ഈ പോകുന്ന വഴിക്കിടയിൽ വെച്ച് തന്നെ കുഞ്ഞിന് സുഖമില്ലാണ്ടായി. ചണ്ഡീഗഡ് എത്തിയിട്ട് ഇപ്പോൾ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി. അവന് ഹോസ്പിറ്റലൈസ് ചെയ്തു. 5 ദിവസം ഹോസ്പിറ്റലിരുന്നു. ക്യൂർ ആയതിനു ശേഷം ഡോക്ടറെ അടുത്ത് ചോദിച്ചു കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ ഹിമാചലിൽ പോയി റോഹ്താങ് പാസ്സൊക്കെ കയറി അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. ആ യാത്ര തന്നൊരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. കാരണം ഒറ്റയ്ക്കാണ്, ഞങ്ങൾ മാത്രം വണ്ടിയിൽ ഫുള്ള് ത്രൂ ഔട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. കുറച്ച് ദൂരം ഇടയ്ക്ക് വൈഫ് ഓടിച്ചു, ബാക്കി മൊത്തം ഞാൻ തന്നെയാണ് ഓടിച്ചത്. ഏതാണ്ട് 8500ഓളം കിലോമീറ്റർ ടു ആൻഡ് ഫ്രോ കവർ ചെയ്ത് തിരിച്ചെത്തി. ഓൾമോസ്റ്റ് 23 ഡേയ്സ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. മോനും അത് ഭയങ്കരമായിട്ട്. കാരണം നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഒരു പുസ്തകം വായിക്കുന്ന എഫക്റ്റാണ്. ഭയങ്കരമായിട്ട് നോളജ് കിട്ടും. ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് പീപ്പിൾ. പ്രത്യേകിച്ച് ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ബസ്സിൽ സോളോ ഒക്കെ ആൾക്കാർ ചെയ്യുന്ന പോലെ ഡ്രൈവ് ചെയ്യണം. അങ്ങനെ പോകണം. എന്നാലേ ശരിക്കും ഇന്ത്യ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഇനിയും പോകും. ഇതൊരു തുടക്കം മാത്രമാണ്. ഓക്കെ, അസൂയയോടെ കാണുന്ന ഒരാളാണ് ഞാൻ. അതെ, സാറ് അന്ന് മോട്ടിവേറ്റിന് ശേഷമാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കാനുള്ള ഒരു എനർജി ഇട്ടിട്ട് പഠിച്ചത്. ഇനി ഒന്ന് തിരിച്ചു വരാം. നമ്മൾ CA ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ, ഫൈനൽ വരെയുള്ള കാലഘട്ടം അതെങ്ങനെയായിരുന്നു മൊത്തത്തിൽ? സാറ് നേരിട്ടിട്ടുള്ള ഒരു ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ പറയും. ഇൻ്റർമീഡിയറ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ വളരെ പേടിയോടുകൂടിയായി കോഴ്സിന് അപ്രോച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ ജയിക്കുന്ന ആൾക്കാരെ കാണുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് കേൾക്കുന്നത് നെഗറ്റീവ് സ്റ്റോറികളാണ്. ഇത്ര അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, ഡ്രോപ്പ് ചെയ്തിട്ട് പോയി, BCom റാങ്ക് ഉണ്ട്, ക്വാളിഫൈ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ആ പേടിയിലാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന എഫേർട്ട് ഇട്ട് നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൂടെ ശ്രമിച്ചതിന് ശേഷം ഒരു അക്കൗണ്ടൻറ്റ് ജോലിയിലേക്ക്, ഈ ആർട്ടിക്കൽഷിപ്പൊക്കെ കഴിഞ്ഞ് അക്കൗണ്ടൻറ്റ് ജോലിക്കണം. അന്ന് CA ഇൻ്റർ പാസ്സാവുന്നതിന് മുമ്പേ നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അത് പാസ്സായതിനു ശേഷം പറ്റുന്നുള്ള ഓപ്ഷനൊക്കെ വന്നത്. അപ്പം 2 ഓപ്ഷൻ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് ആദ്യമേ അറിയാം 2 ഗ്രൂപ്പ്, അന്ന് 6 പേപ്പറാണ്, ഒരുമിച്ച് പറ്റില്ല, ഒരു ഗ്രൂപ്പ് എടുക്കാം. അപ്പം ഞാൻ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് അതിലെ 2 പ്രോബ്ലം പേപ്പറിന്, അന്ന് പ്രോബ്ലം പേപ്പറിന് മാത്രമേ ക്ലാസ് ഉള്ളൂ, തിയറി സബ്ജക്റ്റിന് ക്ലാസ് ഇല്ല. അതിന് അധ്യാപകരെ കണ്ടെത്തി തപ്പി അവരെ വീട്ടിൽ പോയി പഠിച്ച് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ എഴുതി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനത് പാസ്സായെന്ന് മാത്രമല്ല, അതിൽ 2 പേപ്പറിന് 60-ന് മുകളിൽ മാർക്കുണ്ട്. ആ തന്ന കോൺഫിഡൻസിൽ അടുത്ത ഗ്രൂപ്പ് അടുത്ത അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ നമ്മൾ ഇത്രയും നാൾ കേട്ടത് അത്ര ശരിയല്ല.
നമ്മൾ എഫേർട്ട് ഇട്ടാൽ ഇത് കിട്ടും എന്നുള്ളത് വ്യക്തമായി. കാര്യം ഞാൻ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. വേറെ ഒരു പരിപാടി അതിനിടയിൽ പോയിട്ടില്ല. ഇതിനു വേണ്ടി മാത്രം എഴുന്നേറ്റാണ് പഠിച്ചത്. വീട്ടിൽ നിന്ന് ഒത്തിരി സപ്പോർട്ടുണ്ട്. വേറെ ഒരു കാര്യത്തിൽ നമ്മൾ വിളിക്കില്ല. ഇവൻ കല്യാണം അങ്ങനെ വന്നാൽ പോലും അവർ പോവും, നിർബന്ധിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാക്സിമം പഠിച്ചു. അതുകൊണ്ട് ഇൻ്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫൈനലിലേക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇതിൻ്റെ ഒരു ലേസ്നെസ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടാണ് എഴുതിയത്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് CA ഫൈനലിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ബോത്ത് ഗ്രൂപ്പ് എഴുതണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം അന്ന് ബോത്ത് ഗ്രൂപ്പ് എഴുതി പാസ്സായാലേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുള്ളൂ. ഓരോ ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടില്ല. മനസ്സിലെ ഉദ്ദേശം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി നല്ലൊരു ജോബ് എന്നാണ്, യാദൃച്ഛികമായിട്ടുള്ള ടീച്ചിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ബോത്ത് ഗ്രൂപ്പ് എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വളരെ കുറച്ച് പഠിച്ച ഫസ്റ്റ് ഗ്രൂപ്പ് ജയിക്കുകയും നന്നായിട്ട് എഫേർട്ട് ഇട്ട ഈ ടാക്സ് ഉൾപ്പെടെയുള്ള സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ ഫെയിലാവുകയും ചെയ്തു. അപ്പോൾ ലിറ്ററലി ഏതാണ്ട് 1.5 വർഷം ഞാൻ ഈ ഫൈനലിൻ്റെ പുറകെ ആയിരുന്നു. എനിക്കൊരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൈക്ക് ഞാൻ വിറ്റിട്ട് സിറ്റിയിലേക്ക് ഞാൻ മാറി. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. ക്ലാസ് രാത്രി 9 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് വീട്ടിലെത്തുമ്പോൾ 11 മണിയാവും. രാവിലെ വീണ്ടും 5 മണിക്ക് ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഞാൻ സിറ്റിയിൽ ലോഡ്ജിൽ നിൽക്കുവാണ്. വീട്ടുകാർ ഓക്കെ പറഞ്ഞു, പൈസയില്ല. അപ്പം ഞാൻ എൻ്റെ ഈ ബൈക്ക് വിൽക്കുവാണ്. എൻ്റെ ആദ്യമായിട്ട് ഞാൻ എടുത്ത വണ്ടി എന്ന് വെച്ചാൽ ഹീറോ ഹോണ്ടയുടെ പാഷൻ എന്ന് പറയുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അന്ന് എടുക്കുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്തതാണ്. ഞാനത് വിറ്റു. ആ കാശ് വെച്ചിട്ട് 1.5 വർഷം ലോഡ്ജിൽ നിന്നിട്ടാണ് ഞാനിത് പഠിച്ചത്. കാരണം ആർട്ടിഫിഷ്യൽ ട്രെയിനിങ്ങിനും പോകണം, അതിനോടൊപ്പം പഠിക്കുകയും വേണം. എന്നിട്ട് എനിക്കിത് കിട്ടാതെ വന്നപ്പോൾ ലിറ്ററലി റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പ് കിട്ടിയെങ്കിലും തുടക്കത്തിൽ ഞാൻ കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു. എനിക്ക് ആ സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടാത്തതുകൊണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കൂടെ എഴുതിയ പല ആൾക്കാർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബെറ്റർ. അപ്പോൾ അങ്ങനെ സമാധാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവറായി വീണ്ടും അടുത്ത ഗ്രൂപ്പ് പഠിച്ചു തുടങ്ങി. ഓൾറെഡി പഠിച്ച ഗ്രൂപ്പാണ്, ഞാനത് പഠിപ്പിക്കുന്നതും കൂടിയാണ്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കണം. അന്ന് ഫൈനൽ ക്ലാസ് തുടങ്ങി, ഞാൻ പഠിപ്പിക്കുന്നതും കൂടെയാണ്. പിന്നെ ഞാനത് എഴുതി തുടങ്ങി. രണ്ടാമത്തെ അറ്റംപ്റ്റ് എഴുതിയപ്പോൾ ഭയങ്കര രസമാണ്. 4 പേപ്പറാണ്, 8 പേപ്പറാണ്. അതിൽ ഈ 4 പേപ്പറാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഞാൻ 3 പേപ്പറിന് തോറ്റു, ഒരു പേപ്പറിന് മാത്രമേ ജയിച്ചുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം. അപ്പം അതൊരു ഞെട്ടലായിരുന്നു. അന്ന് കരഞ്ഞൊന്നുമില്ല, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നന്നായിട്ട് കരഞ്ഞു. സെക്കൻഡ് അറ്റംപ്റ്റ് കരഞ്ഞിട്ടൊന്നുമില്ല. തേർഡ് അറ്റംപ്റ്റ് ഞാൻ എഴുതിയപ്പോൾ 2 പേപ്പർ പാസ്സായി, 2 പേപ്പർ തോറ്റു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ പ്രശ്നമെന്ന്. അപ്പോൾ പിന്നെ 4ാമത്തെ അറ്റംപ്റ്റൊക്കെ എഴുതാൻ പോകുമ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം ഇല്ല. ക്ലാസ് നന്നായിട്ട് എടുക്കുന്നുണ്ട്, പരീക്ഷയ്ക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യത്തൊന്നുമില്ല. പോയി പരീക്ഷ എഴുതും. ഞാൻ 3ാമത്തെ തവണ തോറ്റു, 4ാമത്തെ തവണ തോറ്റു, 5ാമത്തെ തവണ തോറ്റു. 6ാമത്തെ തവണ വീട്ടിൽ നിന്ന് ഞാൻ 1.5 മാസം മാറി നിന്നു. കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തൊരു ലോഡ്ജൊക്കെ എടുത്ത്. കാരണം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ എൻ്റെ ഫൈനലിൻ്റെ അവസാനത്തെ അറ്റംപ്റ്റ് എഴുതുന്നത്. ഞാൻ പാസ്സായ അറ്റംപ്റ്റ് എഴുതുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പം മാറുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അന്നേരം അമ്മ സിക്കാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനിയൻ അന്ന് അത്ര കൊച്ചു പയ്യനാണ്. അപ്പോൾ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം, മാറി നിൽക്കുന്നു, പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു സാരമില്ല, 1 മാസമല്ലേ, നീ പോയി നിൽക്കി വന്ന് പഠിക്കുമെന്ന് പറഞ്ഞ് ഞാൻ നേരെ കൊല്ലത്ത് വന്ന് നിന്നിട്ട് പഠിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ വിളിക്കും. അപ്പം വേദന ഉണ്ട് അമ്മയ്ക്ക്, കീമോയ്ക്കൊക്കെ പോകണം, പക്ഷേ റേഡിയേഷനൊക്കെ ചെയ്യണം, പറയില്ല. ഞാൻ ടെൻഷനാവുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കൊല്ലത്ത് നിന്ന് പഠിച്ച് എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. അവിടെ നിന്ന് പരീക്ഷ എഴുതിയതിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. നാട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് സിറ്റുവേഷൻ വളരെ മോശമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞില്ല, കാരണം ഞാൻ ഇടയിൽ വരുമെന്ന് വിചാരിച്ചിട്ട്. റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ റിസൾട്ടിനെ പറ്റി ഒന്നും ബോധമല്ല. കാരണം ജൂലൈ 2011 ജൂലൈ 19 എൻ്റെ റിസൾട്ട് വരുന്നത്. ജൂലൈ 13 തീയതി അമ്മ മരിക്കുകയാണ്. അപ്പം ഞാൻ റിസൾട്ട് വരുമ്പം ഇത് കേൾക്കാനുള്ള ഒരു അല്ലെങ്കിൽ റിസൾട്ടൊന്നും എൻ്റെ മൈൻഡിലില്ല. ആകെ ഡെസ്പായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അറിയുന്നില്ല റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ്. ഞാൻ പഠിപ്പിച്ച ആൾക്കാർ, സാറ് ഞങ്ങളും പാസ്സായി, സാറും പാസ്സായി എന്നവർ വിളിച്ച് പറയുകയാണ്. ലാൻഡ് ഫോൺ ഉണ്ടെന്ന് വീട്ടിൽ, ലാൻഡ് ഫോണിലാണ് വിളിച്ച് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഞാൻ പാസ്സായത്. ഞാൻ റിസൾട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ പാസ്സായപ്പോഴത്തേക്കും ഞാൻ ഈ 4 പേപ്പർ പലതവണ തോറ്റ 4 പേപ്പറുകളിൽ 2 പേപ്പറിനും എക്സംഷൻ മാർക്കാണ്. ഒരു പേപ്പറിന് 70 മാർക്കുണ്ട്, മറ്റേന് 68 മാർക്കാണ്. അങ്ങനെയാണ് പാസ്സാവുന്നത്. ഇതാണ് ശരിക്കും ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ അന്ന് ഞാൻ ഒട്ടും ഈ പറഞ്ഞ ഭയങ്കര ആംബീഷ്യസ് ഒന്നും അല്ല. കാര്യം നമ്മളുടെ മാനസികാവസ്ഥ എൻജോയ് ചെയ്യുന്ന മാനസികാവസ്ഥയിൽ ഞാൻ ഈ ഫൈനൽ ക്വാളിഫൈ ചെയ്തത് ശരിക്കും ആഘോഷിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. കാര്യം സിറ്റുവേഷൻ അങ്ങനത്തെ നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് ആഘോഷിക്കാൻ പറ്റുക. പിന്നെ പതിയെയാണ് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. പിന്നെ പതിയെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതും KPMG എന്നെ വിളിക്കുന്നതും. പിന്നെയാണ് ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തുന്നത്. മനസ്സിലായി. സാറിൻ്റെ ആർട്ടിക്കിൾഷിപ്പ് ജേണി എങ്ങനെയായിരുന്നു? ആർട്ടിക്കിൾഷിപ്പ് വളരെ നല്ലൊരു പ്രിൻസിപ്പളാണ് എനിക്ക് കിട്ടിയത്. രവി സാർ എന്ന് പറയുന്നൊരു സാറാണ്, ട്രിവാൻഡ്രത്തുള്ള സാറാണ്. അപ്പോൾ സാറ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു.
അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കാം സാറ് പറയും, സാറ് പഠിച്ച കഥയൊക്കെ പറയും. ഞാൻ പണ്ടിങ്ങനെ പഠിക്കണം, പഠിച്ചാൽ പാസ്സാവും. പുള്ളി മോട്ടിവേറ്റ് ചെയ്യും. പരീക്ഷയ്ക്ക് എനിക്ക് ഏതാണ്ട് 5 മാസത്തോളം ലീവ് സാറ് തന്നു ആദ്യത്തെ അറ്റംപ്റ്റിൽ. വളരെ, കാരണം ഇന്നും എനിക്ക് ആ കടപ്പാടുണ്ട്. ഞാൻ എവിടെയും പറയും, നല്ല സാറാണ്. 5 മാസം ലീവ് തന്നു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. 1 മാസം കൂടെ പരീക്ഷ എക്സ്റ്റെൻഡായി. മെയ് പരീക്ഷ ജൂണായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിന് വേണമെങ്കിൽ എന്നെ തിരിച്ച് വിളിക്കാം. സാർ പറഞ്ഞു, സാരമില്ല, നീ പഠിച്ചോ. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കാര്യമാണ് പറയുന്നത്. അപ്പോൾ 6 മാസം എഫക്റ്റീവ്ലി ലീവ് തന്നു. ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഫേമാണ്, ഭയങ്കര വലിയൊരു ഫേമോ അല്ലെങ്കിൽ ബിഗ് ഫോറിൻ്റെ പോലത്തെ ഒരു പ്രഷറൊന്നും അവിടെ ഇല്ല. രാവിലെ 9:30 കയറുക, വൈകിട്ട് 5:30 ഇറങ്ങുക. രാത്രി ഇരുന്ന് വർക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. കാരണം സാറ് വളരെ ഈ എന്താ പറയുക, ഉള്ളത് കൊണ്ട് ഹാപ്പി എന്ന് പറയുന്ന ഒരു ചാട്ടക്കൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വർക്കിംഗ് കൾച്ചർ ഭയങ്കര അടിപൊളിയായിരുന്നു. സാറ് സൺഡേ വർക്ക് ചെയ്യണ്ട, സാറ്റർഡേ ഹാഫ് ഡേ ഉള്ളൂ. അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ക്ഷീണമില്ല, നമുക്ക് പഠിക്കണമെങ്കിൽ 1-2 മണിക്കൂർ പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആണ്. ട്യൂഷനൊക്കെ പോകണമെങ്കിൽ സാറ് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. വൈകിട്ട് കുറച്ച് ഇരുന്നാൽ മതി, രാവിലെ വേണമെങ്കിൽ നേരത്തെ ക്ലാസ്സിന് പോയിട്ട് വരാം, 10-10:30 കയറിയാൽ മതി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സാറ് ചെയ്ത് തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾഷിപ്പ് ട്രിവാൻഡ്രത്ത് തന്നെയാണ്, ഇൻ്റർ പഠിച്ചത് ട്രിവാൻഡ്രത്താണ്, ഫൈനൽ പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ സാർ, ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ മൊത്തം ഇപ്പോൾ എത്ര വർഷം? ഞാൻ 2000 ശരിക്കും പറഞ്ഞാൽ 2008 സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നോക്കിയാൽ 16 കൊല്ലം കഴിഞ്ഞു ടീച്ചിങ്ങിൽ വന്നിട്ട്. ഈ ഒരു കാലയളവിനിടയിൽ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന എന്തെങ്കിലും സ്റ്റുഡൻസിൻ്റെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ സാറിന്? സ്റ്റുഡൻസിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിലൊരു ക്ലാസ് CFANൻ്റെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് അടുത്ത വർഷം അതുപോലെ അടുത്തൊരു ബാച്ചിന് എടുക്കാൻ പോകുന്ന സമയത്ത് മുൻ ബാച്ചിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റ് അവിടെ വരികയാണ്. പുള്ളിക്കൊരു 45+ ഏജ് ഉണ്ട്. പുള്ളി വർക്ക് ചെയ്യായിരുന്നു ഒരു കമ്പനിയിൽ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ഈ പറഞ്ഞ CA പഠിക്കുന്നതായിരുന്നു. എനിക്കൊന്നും ഫാമിലിക്കകത്തൊക്കെ എന്തോ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളി, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് 5:30 ഇറങ്ങുന്ന സമയത്ത് പുള്ളി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താ കാര്യം. പുള്ളി എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി, അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു, അയാൾ എൻ്റെ കാലിലൊക്കെ വീഴുന്നു, ഞാൻ കാലിലൊന്നും വീഴില്ലെന്നൊക്കെ പറയുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ യു ചേഞ്ച്ഡ് മൈ ലൈഫ് എന്നിങ്ങനെ പറഞ്ഞു. കാര്യം പുള്ളി ഒരുപാട് നാളായിട്ട് ഈ ഒരു ഗ്രൂപ്പ് പാസ്സാവാതിരിക്കുകയായിരുന്നു. ഈ പേപ്പറായിരുന്നു പുള്ളിയുടെ പ്രശ്നം. ഈ പേപ്പർ പാസ്സായതുകൊണ്ട് പുള്ളി ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്തു, എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവായി എന്നൊക്കെ പറഞ്ഞ് പിന്നെ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് ഫുഡൊക്കെ മേടിച്ച് തന്ന്. അതൊരു ഭയങ്കര ടച്ചിങ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു ആൾ വന്ന് പറയുമ്പോൾ, കാരണം ഇപ്പോൾ നോർമലി അങ്ങനെ പലരും അക്നോളജ് ചെയ്യാറില്ല, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് വന്നിങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. പിന്നെ 1-2 ഇൻസിഡൻസ് ഉണ്ടായത്, ഒരു കുട്ടിക്ക് ഞാൻ ഫൈനൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടി വന്ന് പറഞ്ഞു, സാറേ എനിക്ക് ഫീസ് എന്തെങ്കിലും കുറച്ച് കുറവ് ചെയ്ത് തരാമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ കുറവ് ചെയ്ത് തരാം. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ പകുതി ഫീസ് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ കുട്ടി പകുതി ഫീസ് അടച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആ കുട്ടി പോയി. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി തിരിച്ച് എന്നെ കാണാൻ വന്നിട്ട് ഞാൻ അന്ന് കൊടുത്ത ആ പകുതി റിഡക്ഷൻ ഫീസ് ആ കുട്ടി തരികയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, അന്ന് എൻ്റെ അച്ഛൻ സർജറി ആയിട്ട് കിടക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഞാൻ പാസ്സായി, അച്ഛനും റെഡിയായി, ഇപ്പം എനിക്ക് കാശുണ്ട്, അച്ഛൻ തന്ന കാശാണ്. അപ്പം അച്ഛൻ പറഞ്ഞു അത് പൈസ കൊടുക്കണമെന്ന്, അതുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാക്സിമം വേണ്ടാന്ന് പറഞ്ഞു, അത് നിർബന്ധിച്ച് തന്നിട്ട് പോയി. അപ്പം ചില സമയത്ത് നമ്മൾ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാര്യം പല കുട്ടികളും ഇത് ജെന്യൂനായിട്ട് പറയുന്നവരുണ്ടാവാം, അല്ലാത്തവരായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പല കുട്ടികളും റിസൾട്ട് വന്ന് കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ട് അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പാസ്സായത്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമാണ്. സാർ പാസ്സായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഭയങ്കരം. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. സാർ, നമ്മളിപ്പോൾ CA എന്നല്ല, ഏത് പ്രൊഫഷനായാലും നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, സിലബസ്, കാര്യങ്ങൾ, ഇതിനപ്പുറത്തേക്ക് ഈ ലോക വിവരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതെ, അതെന്താണ് ചുറ്റും നടക്കുന്നത്, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ ആയിരിക്കാം. അതെ, അത്തരം ഒരു നോളജിൻ്റെയും അവയർനെസ്സിൻ്റെ ഒക്കെ ആവശ്യം CA എന്ന് പറഞ്ഞ ഫേം ഇതിലുണ്ടോ? അതുണ്ടെങ്കിൽ നല്ലതാണോ, അതോ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ സക്സസ് ആയിട്ട് പോകാൻ പറ്റുമോ? സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് അതിനകത്ത് ഭയങ്കരമായിട്ട് സബ്ജക്റ്റിൽ ടെക്നിക്കൽ നോളജ് ഡീപ്പായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ പൊതുവേ ഇതിനകത്ത് വരുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ബാക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നമ്മുടെ സാമൂഹിക സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെ ആ നോളജ് മാത്രം കൊണ്ടുവരുന്ന ഒരു കുട്ടിക്ക്
ഇൻഡസ്ട്രിയിൽ ഒരിക്കലും ഒരു ലെവലിനപ്പുറം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് നാഷണൽ കോൺഫറൻസുകൾ നാഷണൽ ലെവലിൽ ഓരോ സോണിലും കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇൻഡസ്ട്രി എന്നുള്ള വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സാണ് അതിനകത്ത് ട്രെയിനിങ് സെഷൻസ് എടുക്കാൻ വരിക. അവർ വന്നിട്ട് ഈ സ്റ്റോറി, അവരുടെ കാര്യങ്ങൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ റോൾ എന്താണ്, ഒരു ടോപ്പ് ലെവലിൽ എത്തുമ്പം നിങ്ങളിൽ നിന്ന് ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ശരിക്കും അവിടെ നടക്കുന്നത്. നൂറുകണക്കിന് കുട്ടികളാണ് ഈ നാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഈ നാഷണൽ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികളെ പോവുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. കാര്യം അതിൽ ഈ ജനറൽ നോളജും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വീക്കാണെങ്കിൽ അത് നമ്മളെ കരിയറിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണിപ്പോൾ. നമ്മളത് അറിയണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ കാണുന്നൊരു ഒബ്സർവേഷൻ. അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് കുട്ടികൾക്ക്. ഇവർ കുറച്ചുകൂടെയൊക്കെ ജനറൽ നോളജും കാര്യങ്ങളുണ്ട്. ബട്ട് പൊതുവേ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിലാണ്. അത് മേ ബി ടെക്നിക്കലി ഇത്രയും ഡീപ്പായിട്ട് സബ്ജക്റ്റ് പഠിക്കാനുള്ളത് കൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ അതിനകത്ത് ചിലർ പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പൊളിറ്റിക്കലി എനിക്ക് തോന്നുന്നു വളരെ വളരെ മോശമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലർക്കും കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോ അങ്ങനെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടില്ല. അവരതിൽ ലീസ്റ്റ് ബോധേഡാണ്. അതെന്തിനാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ ഭയങ്കര റോളാണ്. കാര്യം ഈ ഇപ്പം TN മനോഹരൻ എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു. അദ്ദേഹം പത്മശ്രീ കിട്ടിയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ്. അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടായ സമയത്ത് എൻ്റയർ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ എന്താ പറയുക, നമ്മുടെ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളി എടുത്ത സ്റ്റെപ്സും ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത്. അപ്പം ഭയങ്കര വലിയ റോളാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഒരുപാട് നല്ല എന്താ പറയുക, ഈവൻ പൊളിറ്റിക്കൽ ഫിഗേഴ്സിനകത്ത് പോലും ഇപ്പം നേരത്തെ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന സുരേഷ് പ്രഭു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇപ്പോഴും നമ്മുടെ ഇതിനകത്ത് മന്ത്രിസഭയ്ക്കകത്ത് 1-2 ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട് കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്ത്. അപ്പോൾ മാറി വരുന്നുണ്ട്. പണ്ട് കുറവാണ്. കുട്ടികൾ തീരെ ഇതിനകത്തില്ല. എനിക്കൊന്ന് പത്രം പോലും നേരെ വായിക്കില്ല. ഇപ്പം പിന്നെ പത്രം വായിക്കുക എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഓൺലൈൻ ന്യൂസ് എങ്കിലും നോക്കിയാൽ മതി. കുട്ടികൾ കുറവാണ്. ഓക്കെ. ഇനി ആർട്ടിക്കിൾഷിപ്പിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ഫോർസിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, സ്മോൾ ഫേംസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം സാർ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് കാണുന്നത്? സാർ ഏതാണ് പ്രിഫർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ ഈ ബിഗ് 4 എന്ന് പറയുന്നത്, ഇപ്പോൾ ബിഗ് 4 എന്ന് ഇപ്പോൾ ബിഗ് 5 ഉണ്ട്, ബിഗ് 6 ഒക്കെ ഉണ്ട്. നമ്മുടെ CA പ്രൊഫഷൻ്റെ പ്രാക്ടീസിൻ്റെ ക്വാളിറ്റി വൈസ് അതിൻ്റെ എലൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് 4ലെ വർക്ക് കൾച്ചർ. മീൻസ് അവർ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി, അവരുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന മെത്തഡോളജി, അവരൊരു വർക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. അപ്പം ആ ഒരു പ്രൊഫൈൽ എന്താണ് എന്ന് നിർബന്ധമായിട്ടും ഒരു CA സ്റ്റുഡൻറ്റ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈനൽ ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഒരു 1 ഇയറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇയർ അവിടെ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നോട്ട് ആസ് എ കരിയർ. അവിടെ തന്നെ കരിയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് ഒരുപക്ഷെ അത്രയും പ്രഷറും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നുണ്ട്. പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും നെഗറ്റീവ്സ്. കാരണം ലൈഫ്, ലോങ് ടേം ലൈഫ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം മുകളിലേക്ക് പോകും തോറും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ ഒരു നിർബന്ധമായിട്ടും ഐദർ ആർട്ടിക്കിൾഷിപ്പ് അല്ലെങ്കിൽ ഫൈനൽ ക്വാളിഫൈ ചെയ്തിട്ട് ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്ലുക്ക് ഭയങ്കരമായിട്ട് മാറ്റും. നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്, നമ്മുടെ വേ ഓഫ് തിങ്കിങ്, ഈവൻ നമ്മുടെ ലാംഗ്വേജ്, എന്തിനാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ് പോലും അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ഞാനതിന് പോസിറ്റീവാണ്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ് പാസ്സായിട്ട് യു ഷുഡ് ട്രൈ ഇൻ എ ബിഗ് 4 ആസ് എൻ ആർട്ടിക്കിൾഷിപ്പ്. ഒരു ആർട്ടിക്കിൾ കാരണം ഇപ്പോൾ 2 ഇയേഴ്സ് അല്ലേ ആർട്ടിക്കിൾഷിപ്പ് ഉള്ളൂ. അപ്പോൾ അത് ആർട്ടിക്കിൾഷിപ്പ് മതി, അവിടെ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രോസും കോൺസ് എന്ന് വെച്ചാൽ ഒരു ലോങ് ടേമിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ബിഗ് 4ലേക്ക് പോകണമെന്നില്ല. ഒരു മീഡിയം ഫേമിലോ ഒരു എബോവ് മീഡിയം ലെവൽ ഫേമിലോ വർക്ക് ചെയ്താൽ തന്നെ അതായിരിക്കും കൂടുതൽ അവനെ ഹെൽപ്പ് ചെയ്യുക ലോക്കൽ പ്രാക്ടീസിന്. കാരണം ഇൻഡസ്ട്രിയിൽ പോകാനാണെങ്കിൽ, എംപ്ലോയ്മെൻറ്റ് ജോബിലേക്ക് പോകാനാണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് ബിഗ് 4ൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി ഞാൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷേ മിക്കവാറും ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണത്. സാറിനെ ആക്ച്വലി അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എന്നാലും സ്ട്രേറ്റ് ഫോർവേഡായിട്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക അല്ലെങ്കിൽ CA പഠിക്കാൻ വരിക എന്ന് പറയുമ്പോൾ മുൻകാലത്തെ മാർക്കുകൾ +2ൽ എത്ര A+ ഉണ്ട്, അല്ലെങ്കിൽ പൊതുവേ പഠിപ്പിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ, ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ഗണത്തിൽ, ഇൻവെർട്ടർ കോമ്പിലാണ് പറയുന്നത്, ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്കുള്ളൊരു കോഴ്സാണെന്ന് ഇപ്പോഴും സ്റ്റിൽ ഒരു ധാരണയുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു സാധനം? അല്ല, അത് തികച്ചും തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ CA പഠിക്കുന്ന സമയത്ത് +2 സയൻസ് കഴിഞ്ഞിട്ട് ഈ സയൻസിൻ്റെ ഈ മാത്സിൻ്റെ ബ്രെയിൻ ജിമ്മോ
അബാക്കസോ അതൊക്കെ ഭയങ്കരമായിട്ട് ജയിച്ച് വന്നിട്ട് 8 നിലയിൽ തൊട്ട് ഇത് കളഞ്ഞിട്ട് പോയി വേറെ കരിയർ ഉണ്ടാക്കിയ ആൾക്കാരെ എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ ഈ ബ്രെയിൻ ജിം പോയിട്ട് ഈ സൈൻ കോസ്റ്റ് ആണെന്ന് കേട്ടാൽ ഓടുന്ന ആളാണ് ഞാൻ. അപ്പം ഞാനിത് ക്വാളിഫൈ ചെയ്തു. അപ്പം ഞാനിത് മനസ്സിലാക്കിയത് ഇതിനകത്ത് ഇൻ്റലിജൻസിന് വലിയ റോളൊന്നുമില്ല. ഇത് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതിനകത്തുള്ളൂ. വലിയ ന്യൂട്ടൻ്റെ തിയറിയോ അല്ലെങ്കിൽ റോക്കറ്റ് സയൻസ് എന്നൊക്കെ ആൾക്കാർ പറയുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതിൻ്റെ പ്രശ്നം ഇത് ഭയങ്കര ഓളിയമാണ്. അപ്പോൾ നല്ല പേഴ്സീവറൻസ് എന്ന് പറയുന്ന ഒരു സാധനം, പേഷ്യൻസ് വേണം. കുറേശ്ശായിട്ട് നമുക്കിത് കീഴടക്കാം. ഒറ്റയടിക്ക് പോയിട്ട് ഒരാഴ്ച കൊണ്ട് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓളിയം പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഒരുപാടുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാലേ നമുക്കൊരു അതോറിറ്റി അതിൽ വരുള്ളൂ. അതുകൊണ്ട് ഏത് ലെവലിലുള്ളവരും പാസ്സാകാൻ പറ്റും. ഇപ്പം ചോദിച്ചുകൊണ്ട് പറയാം, +2 തോറ്റു, സേ എഴുതി ജയിച്ചു. സേ ഒരു പേപ്പറും കണ്ട തോറ്റിട്ട് സേ എഴുതി ജയിച്ചു. CA ഇൻ്റർമീഡിയറ്റിന് ഓൾ ഇന്ത്യ 32nd റാങ്ക് കിട്ടിയൊരു പയ്യൻ പത്തനംതിട്ടയുണ്ട്. അവൻ ഇന്ന് ക്വാളിഫൈഡ് ആണ്, ഇന്ന് ദുബായിലാണ് അവൻ. +2 തോറ്റ ആളാണ് അവൻ. ഇൻ്ററിന് 32ndo 33rdo റാങ്ക് മേടിച്ചിട്ടുണ്ട്. പഴയ PCC എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഇൻ്റർ എന്ന് പറയുന്ന പണ്ട് PCC ആണ്, പ്രൊഫഷണൽ കോമ്പിറ്റൻസി കോഴ്സ് എന്നാണ് എൻ്റെ പേര്. അതിലവന് റാങ്കാണ്. ഈ 10ാം ക്ലാസ് തോറ്റിട്ട് 2ാമത് എഴുതിയെടുത്ത ഒരു പയ്യനെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവൻ CA ക്വാളിഫൈഡ് ആണ്, റാങ്കൊന്നുമില്ല, ബട്ട് ഹി ക്വാളിഫൈഡ്. അതുകൊണ്ട് അതിലൊരു കാര്യമേ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. BSc കഴിഞ്ഞിട്ട് വന്ന് ഈ കഷ്ടപ്പെട്ട് ഈ അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചെടുത്ത് ക്വാളിഫൈ ചെയ്യുന്ന ഇത്ര ആൾക്കാരുണ്ട്. പാസ്റ്റ് ഹിസ്റ്ററി ഇതിനകത്തൊരു ഗൈഡിങ് ഫാക്ടറിയേ അല്ല. ശരിക്കും പറഞ്ഞാൽ അത് അപകടവും കൂടിയാണ്. കാരണം ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടി വന്നിട്ട് എക്സ്പെക്ടേഷൻ അങ്ങനെയാണല്ലോ. എല്ലാം ഇതുവരെയും ഭയങ്കരമായിട്ട് എക്സലൻ്റ് ആയിട്ട് ജയിച്ചു, ഡിസ്റ്റിങ്ഷൻ കിട്ടി. ഇവിടെ ഒന്ന് എഴുതുമ്പോൾ ആദ്യ തവണ പൊട്ടുമ്പോൾ ഒരുപക്ഷെ ആ പ്രഷർ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചുറ്റുമുള്ള ആൾക്കാർ നോക്കുമ്പോൾ അയ്യോ എന്ത് പറ്റി ഇത്രയും പഠിച്ച കാരണം ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ വർക്ക് ചെയ്ത് അതേപോലെ പ്രസൻറ്റ് ചെയ്താലേ ജയിക്കുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായതുകൊണ്ടായില്ല. പരീക്ഷയ്ക്ക് പേപ്പറിനകത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്ന ലെവലിലാണെങ്കിൽ മാർക്ക് തരുള്ളൂ. പല കുട്ടികൾക്കും പരീക്ഷ എളുപ്പമാണ്, പഠിക്കുമ്പോൾ എളുപ്പമാണ്, റിസൾട്ട് വരുമ്പോൾ തോറ്റു വന്നു. അതുകൊണ്ട് അത് തികച്ചും തെറ്റിദ്ധാരണ. കാരണം അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പാസ്സാവില്ലെന്നേ. കാര്യം +1 +2 സയൻസിന് അഡ്മിഷൻ കിട്ടാതെ കൊമേഴ്സ് എടുത്ത് ഇരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരിക്കലും അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി ഇല്ല. സിലബസ് സ്ട്രക്ചേർഡാണ്. ഓൾറെഡി എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് കൃത്യമായി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പഠിക്കുക, ചെയ്യുക. റിസർച്ച് ആംഗിളോ അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലിജൻസ് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ സാർ, അപ്പം CA എന്നുള്ള പ്രൊഫഷൻ ഇന്ത്യൻ കോഴ്സാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ CA ക്രാക്ക് ചെയ്യുന്ന ഒരാൾക്ക് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അവിടത്തേക്ക് CA പ്രൊഫഷൻസിൽ ഈസി ആയിട്ട് ചെല്ലാൻ പറ്റും എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേൾഡിലെ ടഫസ്റ്റ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സുകളിൽ ഒന്നായിട്ടാണ് ഇന്ത്യൻ CA കരുതപ്പെടുന്നത്. മോസ്റ്റ് ടഫസ്റ്റ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ടഫാണെന്ന് പറയപ്പെടുന്നു. CPA USA ടഫാണെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് ഇന്ത്യൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ CAയുടെ ഏറ്റവും വലിയ പ്രശ്നം ഗ്രൂപ്പ് സിസ്റ്റമാണ് ഇതിൻ്റെ ചലഞ്ചിങ്. ഒരു പേപ്പർ മിനിമം കിട്ടിയാലും നിങ്ങൾ 3 പേപ്പറും കൂടെ ഗ്രൂപ്പ് ടോട്ടൽ ചെയ്യുമ്പോൾ 50% വരണം. പേപ്പർ 40% താഴാനും പാടില്ല. ഓരോ 3 പേപ്പറിന് 40 വെച്ച് മേടിച്ചാൽ 120 ആവുള്ളൂ. 150 വരികയും വേണം. എന്നാൽ ഓരോ പേപ്പറിന് മിനിമം 40 താഴാനും പാടില്ല. ഇവിടെയാണ് എല്ലാവരും പരാജയപ്പെടുന്നത്. ഈ ഫോറിൻ കോഴ്സുകളുടെ പ്രത്യേകത, നിങ്ങൾ ഒരു പേപ്പറിന് ഒരു 60 or 65% മേടിച്ചാൽ, ഡിപ്പെൻസ് അപ്പോൺ കൺട്രി സ്പെസിഫിക് അത് മാറുന്നുണ്ട്, ആ പേപ്പർ നിങ്ങൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ പേപ്പർ പിന്നെ എഴുതണ്ട, ബാക്കി പേപ്പർ എഴുതിയാൽ മതി. ഇവിടെ അപ്പം ഈ ഗ്രൂപ്പ് സിസ്റ്റം വരുമ്പോൾ എന്താ പ്രശ്നം? സ്റ്റുഡൻറ്റ് ഒരു പേപ്പറിൽ ഓക്കെ ആയിരിക്കും, മറ്റേ പേപ്പറിൽ അവൻ ഓക്കെ അല്ലെങ്കിൽ എങ്ങാനും 40 താഴെ പോയാൽ അവൻ വീണ്ടും ഈ 3 പേപ്പർ എഴുതുവാണ്. ഇവിടുത്തെ ഒരു ചലഞ്ച് അതാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ടഫ് എന്ന് പറയുന്നത്. 2 പുറത്തുള്ള പല കൺട്രിയിലെ ഫോറിൻ കോഴ്സുകളുമായി അപേക്ഷിച്ച് ഇന്ത്യയിലെ CAയുടെ സിലബസ് വലുതാണ്. അപ്പോൾ ഇത് പഠിച്ചെടുക്കുന്ന ഒരാൾക്ക് ഇതിനപ്പുറത്തേക്കൊരു പ്രഷർ വരാനില്ല എന്നുള്ളതാണ് സത്യം. ഇത് പഠിച്ച് പാസ്സാവുന്ന ഒരുത്തിന് ഉറപ്പായിട്ടും വേറൊരു ഫോറിൻ കോഴ്സ് കിട്ടണം. ഫോറിൻ കോഴ്സുകളുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ചിലവ് കൂടുതലാണെന്നേ ഉള്ളൂ. ടഫ്നെസ് നോക്കുമ്പോൾ CAയുടെ കോഴ്സിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ വരെ എത്തത്തേ ഉള്ളൂ. ഒരിക്കലും ഇതിനേക്കാളും ടഫുള്ളൊരു കോഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CFA ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ വരുന്നതാണ് ഈ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്നത്.
ബട്ട് സ്റ്റിൽ പൊതുവേ എല്ലാവരും പറയുന്നത് CA ആണ് ഏറ്റവും ടഫസ്റ്റ് എന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ CA ക്വാളിഫൈ ചെയ്തിട്ട് ദുബായി പോയിട്ട് വർക്ക് ചെയ്തിട്ട് അതിനോടൊപ്പം CPA എഴുതിയെടുത്ത് ക്വാളിഫൈ ചെയ്തിട്ട് കമ്പനിയിൽ നല്ല പ്രൊമോഷനിലേക്ക് ആയ ആൾക്കാർ നമ്മുടെ സർക്കിളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ CPA ക്വാളിഫൈ ചെയ്തു. സാർ ഇനി ട്രിപ്പിളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ട്രിപ്പിളിൽ വരുന്നൊരു കുട്ടിക്ക് ഫാക്കൽറ്റീസിൽ നിന്നും നമ്മുടെ അക്കാഡമിക്സ് ടീമിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം? അവരുടെ ക്ലാസ് എങ്ങനെയായിരിക്കും സാർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ? ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മളിവിടെ തരുന്ന വർക്ക് ബുക്ക്, ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം, ഇത് മാത്രം ചെയ്യുന്നതിന് പാസ്സാവാൻ പറ്റും. കാരണം നമ്മൾ വർക്ക് ബുക്കൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ഇയറിലെ എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് കമ്പൈൽ ചെയ്ത് അതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റുഡൻറ്റ് കമ്പൈൽ ചെയ്ത് വരണമെങ്കിൽ അവൻ 6 മാസം വേണം. അപ്പോൾ ഇത് റെഡിയായിട്ട് സാധനം കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. 2, രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരിക്കലും നമ്മൾ +2 പഠിക്കുന്ന പോലെ ഡിഗ്രി പഠിക്കുന്ന പോലെ 2-3 സബ്ജക്റ്റ് അല്ല പഠിക്കുന്നത്. അപ്പം ഒരു 5-6 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ കുറേ ഏരിയ കവർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അടുത്തൊരാഴ്ചയും കൂടെ അവൻ അതിനുവേണ്ടി ഈവനിങ്ങിൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവന് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഓരോ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യുന്നത് ആ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള പാഷനായിട്ടുള്ള ആൾക്കാരാണ്. കാര്യം ഈ CAയുടെ പേപ്പറുകൾ ഒന്നാമത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അത് പഠിച്ചാലേ പഠിപ്പിക്കാൻ പറ്റും. 1. 2, ഇത് വീണ്ടും വീണ്ടും വരുന്ന ബാച്ചുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, ഇല്ലേ ബോറടിക്കും. അറിയാമെന്നുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പം ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. അത് ഒരു സംശയമില്ല. ദ ബെസ്റ്റ് ടീമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്, സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കുട്ടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടങ്ങാതെ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നമ്മൾ തരുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, ടെസ്റ്റ് പേപ്പേഴ്സ് കറക്റ്റായിട്ട് ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ ഇവാലുവേഷൻസ് നോക്കിയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നോക്കുക. പിന്നെ ശരിക്കും പറഞ്ഞ് കുട്ടികൾ ഡൗട്ട് ചോദിക്കണം, യൂസ് ചെയ്യണം. ഫാക്കൾട്ടിയെ യു ഹാവ് ടു യൂസ്. നിങ്ങൾ പൈസ കൊടുത്താൽ പഠിക്കുന്നത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒരു ഫാക്കൽറ്റീസും ഡൗട്ട് ചോദിച്ചാൽ പറയാതിരിക്കത്തില്ല. ഈവൻ അത് ക്ലാസ് കഴിഞ്ഞിട്ടാണോ, അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ കോൺടാക്ട് വാട്സാപ്പിൽ കൂടെയോ, അതല്ലെങ്കിൽ ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ നിന്ന് ചോദിച്ചാൽ പോലും നമ്മൾ ഡൗട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഇതിനപ്പുറം ഇപ്പോൾ എന്താ വേണ്ട, അത് ഡെഫിനറ്റ്ലി അവർക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ സാർ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സയൻസ് കഴിഞ്ഞിട്ട് മോസ്റ്റ് സോർട്ട് ഔട്ട് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ ഇപ്പോൾ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും കൊമേഴ്സ് ഫീൽഡ് വരുമ്പോൾ CA തന്നെയാണ്. രണ്ട് വിഭിന്നമായ പ്രൊഫഷൻസ് ആണെങ്കിലും ഈ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ CA എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചൊരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ MBBS എടുത്ത ആളെ കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പം അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. 1, ടൈം. BTech ആണെങ്കിൽ എത്ര, എനിക്ക് തോന്നുന്നു 4 വർഷം എന്തായാലും മിനിമം വേണം. അത് കഴിഞ്ഞൊന്ന് അവൻ്റെ ഇതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് 4-4.5 വർഷം. കോസ്റ്റോ എന്ന് വെച്ചാൽ നമ്മൾ ഈ CAക്ക് ചിലവാക്കുന്ന കോസ്റ്റിൻ്റെ എത്രയോ ഇരട്ടിയാണ്, 2-3 ഇരട്ടി വരും ഒരു എഞ്ചിനീയറിംഗ് നല്ലൊരു കോളേജിൽ പഠിച്ചിറങ്ങാനാണെങ്കിൽ. അപ്പം BTechൻ്റെ രണ്ടാമത്തെ പ്രശ്നം, ഇത് പഠിച്ചിറങ്ങുമ്പോൾ BTech എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അവന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ അവന് ജോലി കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമകരമായ കാര്യമാണ്. കാര്യം അത്രയ്ക്കും ആൾക്കാർ ഇവിടെ ഉണ്ട് എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച്. അപ്പോൾ ഫീസും കൂടുതലാണ്, ഇത്രയും ടൈമും സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്യുമ്പോൾ ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം അവൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ആ ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം അവന് എൻട്രി കിട്ടില്ല. ഇനി MBBS നമ്മൾ സയൻസ് എടുത്തിട്ട് MBBS പോവുകയാണെന്നുണ്ടെങ്കിൽ MBBS ഓക്കെ, അതൊരു അടിപൊളി കരിയറാണ്, നല്ല ഓപ്ഷനാണ്. പക്ഷേ പ്രശ്നം അവിടെ വരുന്ന പ്രശ്നം, ഇത് CA ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ 5 വർഷമാവും അവനൊരു ഡോക്ടറാവാൻ. ഡോക്ടറായാൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് MD അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണം 1-1.5 വർഷം. അത്രയും പഠിച്ചിട്ട് എൻട്രൻസിൻ്റെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ സമയത്തെല്ലാം അവർ മേ ബി വർക്ക് ചെയ്യുന്നുണ്ടാവും, അതിനോടൊപ്പം പഠിക്കുന്നുണ്ടാവും. ഇനി അത് കിട്ടി MDയും കഴിഞ്ഞ്, MD പഠിക്കാൻ നല്ല പൈസ ചിലവുണ്ട്, സ്കോളർഷിപ്പോടുകൂടി കിട്ടിയില്ലെങ്കിൽ നല്ല കാശ് കയ്യിന്നാവും. MBBS കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം സർക്കാരാണെങ്കിലേ ഉള്ളൂ ഫീസ്. ആ ഫീസ്, സർക്കാരിൻ്റെ ഫീസ് പോലും CAയുടെ കോഴ്സിനേക്കാളും ഫീസ് കൂടുതലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് MD കഴിഞ്ഞിട്ടും അവൻ റിക്കഗ്നൈസ് ചെയ്യുന്നൊരു ഡോക്ടർ എപ്പോഴാവുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും 25-26 വയസ്സുള്ള ഡോക്ടർ എടുത്ത് ഭയങ്കര തിരക്കായിട്ട് പോകണം കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരവരുടെ കരിയർ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 35-36 വയസ്സാവും. അത് കഴിഞ്ഞിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി അവർ ഏൺ ചെയ്ത് തുടങ്ങുന്ന ആ സമയത്താണ്. പക്ഷെ നമ്മുടെ ഈ കോഴ്സിനകത്ത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. ഷേഴ്സിന് അറിയാമോ? ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഒരുപാട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. ICA ഓഫർ ചെയ്യുന്നുണ്ട്. 7 പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതിനകത്ത് ആൾക്കാർ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്? ആവശ്യമില്ല.
CA ക്വാളിഫിക്കേഷൻ കൈ കിട്ടുമ്പോൾ തന്നെ ആൾക്കാർ കാരണം ഒന്നാമത് ഇത്രയും പഠിച്ചു കഴിഞ്ഞ് ഒന്ന് ക്വാളിഫൈ ചെയ്ത് ക്ഷീണം തീർന്ന് നിൽക്കുക, ഇനി ഒന്നുകൂടെ പഠിക്കാൻ, ഇതാണ് കുറച്ച് പേരുടെ ആറ്റിറ്റ്യൂഡ്. ഇവരപ്പം തന്നെ ജോലിക്ക് കയറുകയാണ്. കാരണം നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എൻട്രി കിട്ടുമെന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ക്യാപ്പബിലിറ്റി സെക്കൻഡറിയാണ്. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ വെച്ച് ജോലി കിട്ടുന്ന ഒരുത്തന് മിനിമം 6 ലക്ഷം രൂപ പറയുന്ന സ്ഥാനത്ത് ഇൻഡിവിജ്വൽ ക്യാപ്പബിലിറ്റി ഉള്ളവൻ ഒരുപക്ഷെ അതേ സെയിം ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവൻ കയറുന്നത് 12 ലക്ഷം രൂപയ്ക്കായിരിക്കും. അപ്പോഴും മറ്റവൻ 6 ലക്ഷം രൂപയ്ക്ക് ജോലി ഉണ്ട്, അല്ലെങ്കിൽ 7 ലക്ഷം രൂപയ്ക്ക് ജോലിയുണ്ട്. ജോലി ഇല്ലാത്ത അവസ്ഥയില്ല ഇല്ല. അപ്പം പിന്നെ ഓപ്ഷൻസ് ഒരുപാടാണ്. ഇവിടെ നിൽക്കണോ, എബ്രോഡ് പോകണോ, അല്ല ഇൻഡിപെൻഡൻ്റ്, എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കണം, എനിക്ക് വേറൊരാൾ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡ് നമ്മുടെ ഡൽഹി ബോംബെയിൽ കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ CA ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ CA പ്രാക്ടീസ് ചെയ്യുന്നില്ല. അവർ CA ക്വാളിഫൈ ചെയ്തിട്ട് നേരെ പോയിട്ട് ലോ ചെയ്യുവാണ്, LLB ചെയ്യുവാണ്. LLB ചെയ്തിട്ട് ടാക്സിൻ്റെയും കമ്പനി ലോയുടെയും GSTയുടെയും വിഷയങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാവുകയാണ്. അതൊരു ഭയങ്കര ലുക്രേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. നമ്മൾ വിചാരിക്കുന്നത് സ്പെഷ്യലൈസേഷനാണ്, ഭയങ്കര പേയ്മെൻ്റാണ്. ഈവൻ ബാംഗ്ലൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലും അവരുടെ ട്രഡീഷണൽ പ്രാക്ടീസ് നിർത്തിയിട്ട് ലോ ചെയ്തിട്ട് അവർ അഡ്വക്കേറ്റായിട്ട് പോവാണ്. കാര്യം നമുക്ക് സബ്ജക്റ്റിൽ നമുക്കുള്ള പോലത്തെ ഒരു ഡീപ്പ് നോളജ് ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഒബ്വിയസ്ലി കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടാവാം, ജനറലി ഇല്ല. നമുക്ക് ബിസിനസ് നോളജ് ഉണ്ട്, സബ്ജക്ട് നോളജ് ഉണ്ട്. നമുക്കില്ലാത്തത് ലോയും ആ ഒരു ലിറ്റിഗേഷൻ സ്കില്ലാണ് ഇല്ലാത്തത്. ആ സ്കില്ലൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഡെഡ്ലി കോംബോ ആണ്. നമ്മുടെ ഈ റിലേറ്റഡ് പേപ്പർ, കാരണം ടാക്സിലൊക്കെ ഓരോ വർഷം എത്ര കേസാണ് ഉണ്ടാകുന്നത്. ഈവൻ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഹരീഷ് സാൽവെ എന്ന് പറയുന്ന വക്കീൽ പോലും അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, കമ്പനി സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞ് LLB ചെയ്തിട്ട് അദ്ദേഹം ലോയിൽ ഫ്ലറിഷ് ചെയ്തൊരു ഗ്ലാഡിയേറ്ററാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചിലർ എൻ്റർപ്രണേഴ്സ് ആവുന്ന ആൾക്കാരുണ്ട്, പുറത്തേക്ക് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പോൾ അതൊരു ട്രെൻഡിങ് ആണല്ലോ. ക്വാളിഫൈ ചെയ്തിട്ട് നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ വെച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും 1-2 പേപ്പറുകൾ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ഇക്വലൻ്റ് CA ക്വാളിഫിക്കേഷൻ കിട്ടുവാണ്. സോ ഭയങ്കര ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ക്വാളിഫിക്കേഷനാണ് നമ്മുടേത്. ചിലവോ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലവോ വളരെ കുറവല്ലേ. എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ട് പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഒരു മാർക്കറ്റ് റേറ്റിലെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്ററും ഫൗണ്ടേഷനും ഫൈനലും എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് അത് തീരും. ഒരു ഹൈപ്പോത്തറ്റിക് ഫിഗർ പറയുകയാണെങ്കിൽ ക്ലാസ്സിന് പോയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീസ് അടക്കം അങ്ങേയറ്റം പോയാൽ 3 lakhs താഴെ നിൽക്കും. എഞ്ചിനീയറിംഗ് 3 lakhs ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? നല്ലൊരു കോളേജ് ചെയ്യുകയാണെങ്കിൽ പറ്റില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എടുത്തിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കുക, സയൻസ് എടുത്തിരുന്നെങ്കിൽ ഞാൻ എങ്ങും എത്തില്ല. കാര്യം അവിടെ കോമ്പറ്റീഷൻ ഹൈ അല്ലേ. എലൈറ്റ് ആയിട്ടുള്ള ക്രീം ലെവലിൽ ഒരുപാട് കുട്ടികൾ ഇടിച്ചു കയറുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് ഒരുത്തൻ ആവറേജ് ആണെങ്കിൽ അവൻ ബാക്കിലോട്ട് പോകും. ഇപ്പം നമ്മുടെ കോഴ്സിൽ എലൈറ്റ് ആൾക്കാർ വരുന്നുണ്ട്. കാര്യം ഇത് മനസ്സിലാക്കിയിട്ട് പലരും തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടുത്തെ അവർ ഉപയോഗിക്കേണ്ട അത്രയും സ്കില്ല് അവൻ ഇതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യും, നല്ല പൊസിഷനിലെത്തും. കാര്യം ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെയും ആദ്യത്തെ ഒരു 10-20 റാങ്ക് ഹോൾഡേഴ്സിനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ വലിയ കമ്പനികൾ അവർക്ക് വേണ്ടി മാത്രം വരുന്നതാണ്. അവർ വന്ന് നല്ല പാക്കേജ് കൊടുത്ത് അവരെ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ സാറേ തുടങ്ങിയിട്ട് ഇതുവരെ സാറ് നമ്മൾ ഇങ്ങനെ പോയ ഏരിയാസ് ഭയങ്കര ഡൈവേഴ്സാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള സെഷൻസിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത് കാണുന്നതോട് എനിക്ക് പറയാനുള്ളത്, CA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഈ പോഡ്കാസ്റ്റിലുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് സാർ. വീണ്ടും കാണാം. ഓക്കെ.